അസ്സലാമു അലൈക്കും. ബഹുമാനായ സയ്യിദ് മുഹമ്മദ് സാഹിബ്, നൂറുദ്ദീൻ സാഹിബ്, അബൂബക്കർ സാഹിബ്, മറ്റു ഫ്രൈഡേ ക്ലബിലെ മെമ്പർമാരെ, സഹപ്രവർത്തകർ, ഇങ്ങനെ ഒരു അവസരം ഇവിടെ ഉണ്ടാക്കിയതിന് ഫ്രൈഡേ ക്ലബിനോട് ആദ്യം നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടുത്തെ വിഷയം ആൾട്ടർനേറ്റീവ് ബാങ്കിങ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇസ്ലാമിന്റെ പേര് പറയാൻ പേടിയുള്ളതുകൊണ്ടാണ് എല്ലാവരും ഇപ്പം അങ്ങനെയൊക്കെ പറയുന്നത്. പണ്ടൊക്കെ ഇതിന് ഇസ്ലാമിക് ബാങ്ക് എന്നാണ് പറഞ്ഞിരുന്നത്. കുഴപ്പമില്ല, പക്ഷെ അതും ഒരു പ്രോബ്ലം ആയിരുന്നു. ആ പേരുള്ളതുകൊണ്ടാണ് ഇതിന് വലിയ പ്രശ്നങ്ങൾ വന്നതൊക്കെ. സയ്യിദ് മോസാവ് പറഞ്ഞത് ഒരു മണിക്കൂറോളം ഒരു പ്രസന്റേഷൻ, അത് കഴിഞ്ഞിട്ട് ഒരു ഹാഫ് ആൻ അവർ ഡിസ്കഷൻ ഒക്കെയാണ്. അപ്പോൾ 9 മണി ആവുമായിരിക്കും പോകുമ്പോൾ. കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ രീതി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇത് ബോറടിക്കുമ്പോൾ നിർത്താൻ പറഞ്ഞാൽ നിർത്തും, കൂടിപ്പോയാലും നിർത്തും. അതാട്ടോ വിഷയം സാമ്പത്തിക പദ്ധതിയൊക്കെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്നതോ അല്ല ഈ വൈകുന്നേരത്തെ ക്ഷീണിച്ച് വന്നിരുന്നിട്ട് ഉറക്കം വരുന്നൊക്കെ ആയിരിക്കും. എന്നാലും ഐ ട്രൈ മൈ ബെസ്റ്റ് പുട്ട് ഇൻ ദി റൈറ്റ് പെർസ്പെക്റ്റീവ്. ഇതിൽ ഈ ബാങ്കിങ് എന്ന് പറയുമ്പോഴേ, ഈ ബാങ്കിങ് ഇറ്റ്സ് എ വെരി സ്മോൾ പാർട്ട് ഓഫ് എ ബിഗ് എക്കണോമിക്സ്. ആദ്യം മനസ്സിലാക്കുന്നത് ബാങ്കിങ് ഇറ്റ്സെൽഫ് ഇസ് നോട്ട് ഇൻ എക്കണോമിക് ഡിസ്കഷൻ ഐസൊലേഷൻ. ബാങ്കിങ് ആ ഒരു സാമ്പത്തിക വ്യവസ്ഥയുടെ വലിയൊരു സാമ്പത്തിക വ്യവസ്ഥയുടെ ഭാഗമാണ്. ആ വ്യവസ്ഥയെ കുറിച്ച് തന്നെ കുറച്ച് മനസ്സിലാക്കിയാലേ ഈ ബാങ്കിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത് രണ്ടും അതുപോലെയാണ്. ഇപ്പോൾ മോഡേൺ ബാങ്കിങ് അല്ലെങ്കിൽ കൺവെൻഷണൽ ബാങ്കിങ് മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ പാരന്റ് ഒറിജിനേറ്റ് ആയിട്ടാണ് ക്യാപിറ്റൽ സിസ്റ്റം അല്ലെങ്കിൽ വെസ്റ്റേൺ എക്കണോമിക് സിസ്റ്റത്തിനെ കുറിച്ച് അറിയണം. അതുമാതിരി തന്നെ ഈ ആൾട്ടർനേറ്റീവ് ബാങ്കിങ് അല്ലെങ്കിൽ ഇസ്ലാമിക് ബാങ്കിങ്ങിന് അറിയണമെങ്കിൽ ഇസ്ലാമി ഹാസ് എ വെരി ബിഗ് തോട്ട്സ്, വെരി നോബിൾ തോട്ട്സ് ഓൺ ഓവറോൾ ഫിനാൻസ്. ഇസ്ലാമിക് എക്കണോമിക്സ് ആണ് വലിയൊരു വിഷയമാണ്, വലിയൊരു സബ്ജക്റ്റാണ്. ഇത് ലോകത്തിന് ഏറ്റവും ആവശ്യമുള്ള ഒരു സംഗതിയാണ്. അത് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് വേണ്ട രൂപത്തിൽ അതിനെ അവതരിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് കുഴപ്പമാണ്. ആ ഇസ്ലാമിക് എക്കണോമിക്സിന്റെ ഒരു ചെറിയ സബ്സെറ്റാണ് ഈ ഇസ്ലാമിക് ബാങ്കിങ്. അതുപോലെ തന്നെ മോഡേൺ എക്കണോമിക്സിന്റെ ക്യാപിറ്റലിസ്റ്റ് എക്കണോമിക്സിന്റെ ചെറിയൊരു സബ്സെറ്റാണ് കൺവെൻഷണൽ ബാങ്കിങ്. ക്യാപിറ്റൽ സിസ്റ്റത്തിന്റെ ഏറ്റവും 2 വലിയൊരു പില്ലറാണ്. ഒന്ന് ബാങ്കിങ് സിസ്റ്റം, രണ്ടാമത്തത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ നമുക്കറിയാം ക്യാപിറ്റൽ സ്റ്റോക്ക് മാർക്കറ്റ്. ഈ 2 പില്ലേഴ്സിന്റെ മുകളിലാണ് ദ എൻറ്റയർ ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റം നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ബാങ്കിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെസ്റ്റേൺ എക്കണോമിക് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് അതുകൊണ്ട് തന്നെ ഈ കൺവെൻഷണൽ ബാങ്കിങ്ങിന്റെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഈസ് ബേസ്ഡ് ഓൺ ഇൻഡിവിജ്വൽ ഫ്രീഡം. ഒരു വ്യക്തിക്ക് അയാൾ ഉദ്ദേശിക്കുന്ന എന്ത് സാമ്പത്തിക ഇടപാടും ഇവിടെ നടത്താനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ളതാണ് ക്യാപിറ്റൽ സിസ്റ്റത്തിന്റെ ഫണ്ടമെന്റൽ തിയറി. അതിനൊരു ഗവൺമെന്റിന്റെയോ ഒരു സമൂഹത്തിന്റെയോ അല്ല അതിനപ്പുറം ഒരു ദൈവത്തിന്റെയോ ഒന്നും ഒരു ഇന്റർവെൻഷൻ പാടില്ല. എവറിത്തിങ് ഷുഡ് ബി ഗവേൺഡ് ബൈ ഡിമാൻഡ് സപ്ലൈ. മാർക്കറ്റ് ബേസ്ഡ് ഓൺ മാർക്കറ്റിൽ എന്താണ് ആവശ്യമുള്ളത് അതുണ്ടാക്കുക, അത് വിൽക്കുക, അതിൽ എത്ര പ്രൈസ് കിട്ടും അത് മേടിക്കാം, എത്ര ലാഭം മേടിക്കാൻ പറ്റും അത് മേടിക്കാം. അതാണ് ക്യാപിറ്റൽ സിസ്റ്റം. അങ്ങനെ അതിൻ്റെ ബേസിലാണ് ഈ കൺവെൻഷണൽ ബാങ്കിങ് വർക്ക് ചെയ്യുന്നത്. നേരെ മറിച്ച് ഇസ്ലാം അങ്ങനെയല്ല. ഇസ്ലാമിക് ബാങ്കിങ് അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് ബാങ്കിങ്, അവിടെ വ്യക്തിക്ക് ഒരുപാട് പരിമിതികളുണ്ട്. സമൂഹത്തോട് ബാധ്യതയുണ്ട്, സർക്കാരിന് ഇടപെടാൻ പറ്റും, അതിലപ്പുറം സൃഷ്ടാവിനോട് ബാധ്യതയുണ്ട്. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വലിയൊരു ബേസിക് ഫണ്ടമെന്റൽ ഡിഫറൻസ് ആണ്. ഇൻട്രസ്റ്റ് വേണ്ടോ, ഫിക്സ്ഡ് പോകണോ, വേരിയബിൾ പോകണോ, അതൊക്കെ വെറും സ്മോൾ തിങ്. ഫണ്ടമെന്റൽ ഡിഫറൻസ് ഇതാണ് എന്ന് മനസ്സിലാക്കുക. അതുമാതിരി തന്നെ മോഡേൺ എക്കണോമിക്സ് ക്യാപിറ്റൽ സിസ്റ്റത്തിന് നേരത്തെ പറഞ്ഞത്
മനുഷ്യർക്കപ്പുറം ഒരു വ്യക്തിക്കപ്പുറം ഒരു നിയന്ത്രണം ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഓബ്വിയസ്ലി ദർ ഇസ് നോ ഡിവൈൻ ഇൻ ദർ സിസ്റ്റം. ഡിവിനിറ്റിക്ക് ഒരു പ്രസക്തിയില്ല അവിടെ. അതുകൊണ്ട് തന്നെ ദർ ഇസ് നോ മൊറാലിറ്റി. കൺവെൻഷണൽ മൊറാലിറ്റി ഒക്കെ ഉണ്ട്, അതൊക്കെ ഇപ്പോൾ ചോദിക്കും. ഇപ്പോൾ ഡിവിനിറ്റി ഇല്ലാണ്ട് വേറെ ഡിസ്കഷൻ. പക്ഷേ ഈ മൊറാലിറ്റിക്ക് ഫണ്ടമെന്റലി ഒരു അതോറിറ്റി വേണം, എന്നാലേ മൊറാലിറ്റി കംപ്ലീറ്റ് ആവുള്ളൂ. ആ അതോറിറ്റി നമ്മുടെ സൃഷ്ടാവാണ്, ഹു ഹാവ് ക്രിയേറ്റഡ് us. അത് മോഡേൺ ക്യാപിറ്റലിസം വെച്ചിട്ട് അതില്ല. നേരെ മറിച്ചിട്ട് ഇസ്ലാമിക് സിസ്റ്റത്തിൽ അങ്ങനെയല്ല. ദർ ഇസ് എ മൊറാലിറ്റി ഇൻവോൾവ്. മെറ്റീരിയാലിറ്റി മാത്രമല്ല, മൊറാലിറ്റി. അതുകൊണ്ട് ദാറ്റ് ഈസ് മോർ ഇന്റഗ്രേറ്റഡ്, ദാറ്റ് ഈസ് മോർ ഹോൾ, ദാറ്റ് ഈസ് നാച്ചുറലി മോർ പ്രാക്ടിക്കൽ. മറ്റത് തീരെ പ്രാക്ടിക്കൽ അല്ല എന്ന് ഞാൻ കുറച്ച് സ്ലൈഡ്സിൽ കൂടെ ഐ വിൽ എക്സ്പ്ലെയിൻ ടു യു. വേറെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പോൾ ഈ മോഡേൺ ഇൻട്രസ്റ്റിനെ പറ്റിയിട്ടും മോഡേൺ എക്കണോമി, ക്യാപിറ്റലിസ്റ്റ് എക്കണോമിനൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അത് മുസ്ലിങ്ങൾ മാത്രമാണ് ഇത് എതിർത്ത്. ഇപ്പോൾ തൽക്കാലം 10-20 കൊല്ലം മുമ്പുള്ള ഒരു പ്രതിഭാസമാണ്. താങ്ക് യു. പക്ഷേ അങ്ങനെയല്ല. ഇത് ക്യാപിറ്റൽ സിസ്റ്റത്തിൻ്റെയും ഈ മോഡേൺ കൺവെൻഷണൽ ബാങ്കിങ്ങിൻ്റെയും ഒറിജിനൽ ഫേസിൽ വെച്ച് തന്നെ there are several Western economists, white, Anglo-Saxon, American, European, British economists ഇതിന് നഖശികാന്തം എതിർത്തിട്ടുണ്ട്. There are volumes of books written in 1920s, 1930s, 1910, up to 1950s were, even later 1960s were volumes of book written by Western economists against interest and the banking system. You may be surprised, നിങ്ങൾക്ക് അറിയാമെന്ന് അറിയില്ല. Even those books are available now. പക്ഷെ അതൊന്നും ആരും പറയാറും പബ്ലിഷ് ചെയ്യാറില്ല. കാരണമുണ്ട്. അതുപോലെ തന്നെ ഇസ്ലാമിക് ബാങ്കിങ്ങും മൊറാലിറ്റി ബേസ്ഡ്, വാല്യൂ ബേസ്ഡ്, എത്തിക്സ് ബേസ്ഡ് ഫിനാൻസ് ഒക്കെ ഇറ്റ് ഈസ് നോട്ട് എ മൊണോപ്പൊളി ഓഫ് ഇസ്ലാം. ഇവിടെ അവതരിപ്പിച്ച എല്ലാ മതങ്ങളും അത് പറഞ്ഞിട്ടുണ്ട്. ഉപനിഷത്തുകളിലുണ്ട്, ബൈബിളിലുണ്ട്, മനുസ്മൃതിയിൽ പോലുമുണ്ട്. അപ്പൊ നമുക്കിതിൽ മൊണോപ്പൊളി ഒന്നുമില്ല. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഇത് അവതരിപ്പിച്ചപ്പോൾ ഇത് എന്തോ ഒരു മുസ്ലിങ്ങളുടെ കാര്യമായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് ദാറ്റ് വാസ് ദ ഫസ്റ്റ് റീസൺ ഫോർ ഇറ്റ്സ് ഫെയിലിയർ. ഇപ്പൊ സേവ് മുഹമ്മദ് സാഹിബ് ചോദിച്ചു എന്തുകൊണ്ട് ഫെയിലായിപ്പോയി. എൻ്റെ ഒരു ഹംബിൾ റീസൺ, ഇത് വി പുട്ട് എ റോങ് ലേബിൾ ടു ഇറ്റ്. ഇത്രയും നല്ല ഒരു വീഞ്ഞിന് ഏറ്റവും മോശം ഒരു ബോട്ടിലാണ് നമ്മൾ കൊടുത്തത്. ദാറ്റ് ഈസ് ദ ബേസിക് റീസൺ ഇറ്റ് ഫെയിൽഡ്. ഇവിടെ ഇസ്ലാമിക് ഫിനാൻസിൽ ഡോക്ടറേറ്റ് എടുത്ത ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ ചിലപ്പോൾ യു മേ ഡിസഗ്രി വിത്ത് മീ, പക്ഷേ ഐ വാണ്ട് ടു സേ വാട്ട് ഐ വാണ്ട് ടു സേ. ഇതിന് എതിർക്കുന്നത് സുബ്രഹ്മണ്യ സ്വാമിയൊക്കെ ഒരു ചെറിയൊരു സ്മോൾ ഫ്രൈ. ഇതിന് ആഗോള തലത്തിൽ ഇന്റർനാഷണലി എതിർക്കുന്ന വലിയൊരു ശക്തിയുണ്ട്. അതാരാന്നറിയും? കാരണം ഇസ്ലാമിക് ബാങ്കിന്റെ അല്ലെങ്കിൽ എത്തിക്കൽ ബാങ്കിന്റെ വലിയൊരു ഡിഫറൻസ് ബിറ്റ്വീൻ ദ കൺവെൻഷണൽ ബാങ്ക് ഈസ് കൺവെൻഷണൽ ബാങ്കിങ്ങിൽ നിങ്ങൾ കാശ് വാങ്ങിയാൽ, കടമെടുത്താൽ, അവർ ഇൻവെസ്റ്റ് ചെയ്താൽ അത് എന്തിന് ചെലവാക്കുന്നത് ഇസ് നോട്ട് ദർ കൺസേൺ. അവർക്ക് ആ പലിശ കിട്ടി പിന്നെ അതിന്റെ പ്രിൻസിപ്പൾ തിരിച്ചു കിട്ടിയാൽ മതി. ഇസ്ലാമിക് ബാങ്കിങ് അങ്ങനെ പറ്റൂല. There are few things prohibited in religion because of ethics, morality. അതുകൊണ്ട് തന്നെ അത്തരം അൺഎത്തിക്കൽ ബിസിനസ് ചെയ്യുന്ന വലിയ ഒരു ബിഗ് ഷാർക്സ് ഗ്ലോബലി വെരി ആക്റ്റീവ്. നിങ്ങൾക്കറിയാമായിരിക്കും, ഡ്രഗ് മാനുഫാക്ചറേഴ്സ്, ലിക്കർ മാനുഫാക്ചറേഴ്സ്, ടൊബാക്കോ മാനുഫാക്ചറേഴ്സ്, വെപ്പൺ മാനുഫാക്ചറേഴ്സ്. അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് പോർണോഗ്രഫി ബിസിനസ്, ഓൾ ദീസ് ഫോം, നിങ്ങൾ എക്സാജറേഷൻ അല്ല, about all these 5-6 items I just mentioned form about 45% of global economy.
weapon, liquor, tobacco, pornography, drug. Maybe now it's even more. I'm talking about a statistics based on which I prepared about 5-6 years back. അവരാണ് ഈ ഇസ്ലാമിക് ബാങ്കിങ്ങിനെ ഇത്രയും എതിർക്കുന്നതും അതിന് എവിടെയും ഒരു ബാഡ് ഇമേജ് കൊണ്ടുവരുന്നതും ഒക്കെ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് നമ്മൾ ഒരു ഇസ്ലാമിൻ്റെ വിലക്കാരിയായിട്ട് പറയേണ്ടതല്ല. അതേസമയം തന്നെ കൺവെൻഷണൽ ബാങ്കിനെ വെസ്റ്റേൺ എക്കണോമിസ്റ്റ് തന്നെ അത് ഇഷ്ടംപോലെ എതിർത്ത് ഒക്കെ എഴുതിയിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്, പറഞ്ഞു നടന്നിട്ടുണ്ട്, അപ്പം എതിർത്തിട്ടുണ്ട്. രാജാവടക്കം, ബ്രിട്ടീഷ് കിങ് അടക്കം. അത് വി വിൽ ഗോ ത്രൂ ദിസ് പ്രസന്റേഷൻ. ഇവിടെ ഇതിലൊരു 10-60 സ്ലൈഡ് ഉണ്ട്. അതൊന്നും ഞാൻ മുഴുവനും ഇവിടെ നോക്കൂല. കുറച്ചൊക്കെ വി വിൽ ഗോ ത്രൂ ജസ്റ്റ് ഗെറ്റ് എൻ ഐഡിയ. അപ്പൊ നേരത്തെ പറഞ്ഞത്, നമ്മൾ തൗഹീദിൽ വിശ്വസിക്കണമെങ്കിൽ നമ്മൾ പറയാലോ ലാ ഇലാഹ എന്ന് ആദ്യം പറയണം. വേറെ ഇലാഹൊന്നും ഇല്ല പറഞ്ഞ ശേഷം ഇല്ലല്ലാ എന്ന് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ കൺവെൻഷണൽ ബാങ്കിങ് കുറച്ച് മനസ്സിലാക്കണം. എന്നാലേ നമുക്ക് ഈ ഇസ്ലാമിക് അല്ലെങ്കിൽ ഈ ആൾട്ടർനേറ്റീവ് ബാങ്കിന് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് വിൽ ഗോ ത്രൂ ദിസ്. ഈ കൺവെൻഷണൽ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് എന്താണ്, അതിൻ്റെ ഒരു ഹിസ്റ്ററി എന്താണ് അത് നമുക്ക് നോക്കാം. ആദ്യം ഈ കൺവെൻഷണൽ ബാങ്ക് നിങ്ങൾക്കറിയാലോ, ഒരു സാധാരണ ബാങ്ക്. അതിൻ്റെ ബേസിക് ഫങ്ഷൻ പ്രൊവൈഡർ ഓഫ് ഫിനാൻസ് ബേസ്ഡ് ഓൺ എ ഫിക്സ്ഡ് റിട്ടേൺ. അവർ ഒരു ഇത്ര ശതമാനം പലിശക്ക് നമുക്ക് തരുന്നു. ഈ പണം വാങ്ങിയവന് ലാഭനഷ്ടമോ ഒന്നും അവരുടെ പ്രശ്നമല്ല. ആ ശതമാനം പലിശ തിരിച്ചു കൊടുക്കണം. അതേ സമയത്ത് പ്രിൻസിപ്പലിന് തിരിച്ചു കൊടുക്കണം. നോ പാർട്ടിസിപ്പൻസ് ഇൻ ദ റിസ്ക്. ഈ പൈസ വാങ്ങിയിട്ട് കച്ചവടത്തിൽ ലാഭമുണ്ടോ നഷ്ടമുണ്ടോ ഒന്നും ബാങ്കുകാരുടെ പ്രശ്നമില്ല. അതിനെപ്പറ്റി അന്വേഷിക്കില്ല, അതിന് ഉത്തരവാദിത്തമില്ല. എൻ്റെ റിസ്ക് ഈസ് ബോൺ ബൈ ദ ബോറോവർ. ഞാൻ ചുരുക്കി പറയാണ്, നേരത്തെ പറഞ്ഞ മാതിരി ദർ ആർ നോ വാല്യൂസ് എത്തിക്സ് ഫോർ ദ പർപ്പസ് ഓഫ് ദ മണി. അവർക്ക് ഈ പൈസ നമ്മൾ ബിസിനസ് വാങ്ങിയിട്ട് എന്ത് ബിസിനസ് ചെയ്യുന്നു എന്നുള്ളത്, ഇപ്പോൾ ഡ്രഗിനാളും അവർ തരും, ലിക്കറിനാളും തരും. ഇവിടെ ഏറ്റവും അധികം പൈസ കൊടുക്കുന്നത് ബാർ, പിന്നെ ലേലം വിളിക്കാണ്. എളുപ്പത്തിൽ ബാങ്കിൽ നിന്ന് പൈസ കിട്ടുന്ന ബാർ ലേലം വിളിക്കാണ്. അപ്പൊ ഏത് പർപ്പസിനാണ് അവർ നോക്കൂല, ദേ വിൽ ഗിവ് യു മണി. അതാണ് അവരുടെ ഒരു സിസ്റ്റം. നിങ്ങൾ ഇതൊന്നും അറിയാത്ത കാര്യമല്ല, അറിയുന്ന കാര്യമാണ്. പക്ഷേ ഐ വാണ്ട് ടു ഗോ ത്രൂ ദിസ്, എന്നാലേ നമുക്ക് മറ്റേ പറഞ്ഞു തീർക്കാൻ പറ്റുള്ളൂ. ഇത് ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ മാത്രമല്ല, അത് ഫോളോ ചെയ്തിട്ട് റഷ്യയിലും ഇപ്പൊ ചൈനയിലും ഒക്കെ ഇതന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബേസിക്കലി മണി ബിഗറ്റ്സ് മണി. കാശുണ്ടാക്കുന്നു. ഒരു റിസ്ക്കും ഇല്ല. അത് ഏത് പർപ്പസിനാലും കുഴപ്പമില്ല, എന്ത് കുന്നത്തിനാലും കുഴപ്പമില്ല. കാശുണ്ടാക്കുന്നു. അതിൻ്റെ റേറ്റ് ഒറിജിനലി, I will go through some of the history. Again, demand and supply അനുസരിച്ചിട്ടായിരുന്നു ഈ ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയും കുറയ്ക്കുന്നത്. മണി സപ്ലൈ കൂടുമ്പം ഇൻട്രസ്റ്റ് റേറ്റ് കുറയും, ആവശ്യക്കാർ കൂടുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടും. അങ്ങനെ പൈസയുടെയും ആവശ്യത്തിൻ്റെയും ഡിമാൻഡിനെയും ഏറ്റക്കുറച്ചതനുസരിച്ചിട്ട് ഈ റേറ്റ് കൂടും. വേൾഡിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഹാസ് മൂവ്ഡ് ഫ്രം almost less than 0.5% to 20% over the last 50 years. Even US dollar back in 1985, 86 and the interest rate reached up to 18%, 19%. Now it's only 3%, 4%. Indian rupee also ഇവിടെ കച്ചവടക്കാരൊക്കെ ഉണ്ടെന്ന് അറിയാം. 18%, 16%, 20% പലിശ കൊടുത്ത് വാങ്ങിയവരുണ്ട്. അതിപ്പം 8-9% നിൽക്കുന്നു. അപ്പോൾ ഇറ്റ് ഈസ് സപ്പോസ് ടു ബി ബേസ്ഡ് ഓൺ ദി supply and demand of the money. ഇതിന്റെ if you look at the evaluation, ഇതിപ്പോ ആലംബം മുതലുള്ള ഒരു പരിപാടിയൊന്നുമില്ല ഈ ബാങ്കും ഈ പലിശയൊന്നും. നമ്മുടെ അപ് ടു ഒരു 16th 17th century നിങ്ങൾക്കറിയാം, the whole global, especially Europe, was an agrarian economy. അത് മാറി ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വരുമ്പോൾ, അതാണ് 1760 മറ്റാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ യൂറോപ്പിൽ സ്റ്റാർട്ട് ചെയ്തത്. ദാറ്റ് മൂവ് ടു നോർത്ത്. ബൈ 1840 it reached അമേരിക്ക. അപ്പം ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്ന അവിടെ കൂടിയാണ്
ഈ കൺസെപ്റ്റ് തന്നെ വന്നത്. സോ വി ക്യാൻ സേ ഇറ്റ്സ് ഹാർഡ്ലി 500 years ഓൾഡ് പരിപാടി, അത്രേ ഉള്ളൂ ആയിട്ടുള്ളൂ. അല്ലാണ്ട് ആദ്യം മുതലേ ഉള്ള ഒരു സംഗതിയൊന്നുമല്ല ഈ ബാങ്കും ഇൻട്രസ്റ്റ് ഒന്നും. അപ്പൊ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ കൺവെൻഷണൽ അല്ല ഇസ്ലാമിക് ബാങ്കിങ് ഓൾട്ടർനേറ്റീവ് ബാങ്കിങ് പറയുമ്പോൾ ചോദിക്കുന്നത് പണ്ടേ ഇത്രയും ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള സംഭവത്തെ എതിർക്കാൻ നിങ്ങൾ എന്താണ് വാട്ട് ഈസ് യുവർ ബേസിസ് ഒക്കെ സാധാരണ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നാൽ കൂടി നിങ്ങൾക്കറിയാം ലാർജ് മൈനിങ് ആക്ടിവിറ്റീസ്, സ്റ്റീൽ ഫാക്ടറി ഒക്കെ വന്നാൽ, ഓട്ടോമൊബൈൽ ഫാക്ടറീസ്, ദി സ്റ്റീൽ എൻജിൻ, ഹെവി കൺസ്ട്രക്ഷൻ, റെയിൽ റോഡ്സ് ഒക്കെ വന്നപ്പോൾ ദർ വാസ് ലോട്ട് ഓഫ് നീഡ് ഫോർ മണി. ആ സമയത്താണ് ഇൻഡിവിജ്വൽ സേവേഴ്സ് പൈസ നമുക്ക് ചെലവ് വെച്ചിട്ട് ബാക്കിയുള്ള കർഷകർ, അഗ്രികൾച്ചറിസ്റ്റ്, they started lending money for these industries as an individual. അതോടുകൂടി ഈ ഒരു ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ പീക്കിൽ എത്തിയപ്പോൾ it has become an essential thing. Without capital you cannot do it. അപ്പം പൈസ ഉള്ളവരെ അന്വേഷിച്ചു തുടങ്ങി, സേവേഴ്സിനെ അന്വേഷിച്ചു തുടങ്ങി. അപ്പൊ they became a class. നിങ്ങൾക്കറിയാം, ഇപ്പൊ നമ്മളെ മോഡേൺ എക്കണോമിക്സിൽ 4 തരത്തിലാണ് ഫാക്ടേഴ്സ് പ്രൊഡക്ഷൻ എന്ന് പറയാം. പ്രീ രീതിക്കൊക്കെ എക്കണോമിക്സ് പഠിച്ചവരൊക്കെ ഉണ്ടെങ്കിൽ അറിയാം. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എന്റർപ്രണർ അല്ലേ? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എന്റർപ്രണർ. കറക്റ്റ്. ലാൻഡിന് റെന്റ് കിട്ടും, ലേബറിന് വേജ് കിട്ടും, എന്റർപ്രണർക്ക് ലാഭം കിട്ടും, ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കിട്ടും. ഈ ക്യാപിറ്റൽ എന്നൊരു ഫാക്ടർ പ്രൊഡക്ഷന് വന്നത് only during the industrial revolution, peak of the industrial revolution. പക്ഷേ അത് പിന്നെയും കുഴപ്പമില്ലായിരുന്നു. കാരണം ആ സമയത്തൊക്കെ ഇത് ഇൻഡസ്ട്രിയിൽ പൈസ ഇട്ടാൽ ലാഭം കിട്ടും, തിരിച്ചു കൊടുക്കാൻ പറ്റും. വാട്ട് ആക്ച്വലി ഹാപ്പൻ വാസ്, അത് കഴിഞ്ഞിട്ട് വ്യക്തികൾ, ഇൻഡിവിജ്വൽസ് സ്റ്റാർട്ട് നീഡഡ് മണി. അവരുടെ അസുഖം വന്നപ്പോൾ, അന്നെല്ലാം വലിയ ഈ കോളറ മാതിരി എന്താണ് പറയാ, അതെ വാട്ട് യു കോൾ ഇറ്റ്, മൊത്തം എപ്പിഡമിക്സ് വരും. അപ്പൊക്കെ ചികിത്സിക്കാനും അല്ലെങ്കിൽ ആഹാരം, ഫാമിൻ വരും പല ഭാഗങ്ങളിലും. അപ്പൊ ആഹാരത്തിനും പിന്നെ മരുന്നിനും ഒക്കെ പൈസ ഇല്ലാതെ ഇൻഡിവിജ്വൽ സ്റ്റാർട്ടഡ് നീഡിങ് മണി. ഈ സേവേഴ്സ്, ഈ പൈസയുള്ള ഇവർ സ്റ്റാർട്ട് ദിസ് ഓൾ അഗ്രികൾച്ചർ ലോട്ട്സ്, അഗ്രി ലോട്ട്സ്, അതിനൊരു പേരുണ്ട്, നോബിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ the individual started taking money for individual social needs. That was the biggest kick of all. അവിടെ വെച്ചിട്ടാണ് ഇത് റിയൽ എക്സ്പ്ലോയിറ്റ് ആയത്. അവിടെയാണ് ഞാൻ പറഞ്ഞ ഡിസ്റ്റിങ്ഷൻ. ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത ഒരു സിസ്റ്റത്തിന്, നമുക്കൊരു മോറൽ വാല്യൂസ് ഇല്ലാത്ത സിസ്റ്റത്തിൽ, ഒരു എത്തിക്സ് ബേസ്ഡ് ഇല്ലാത്ത സിസ്റ്റംസ് ഒബ്വിയസ്ലി അത് സ്റ്റാർട്ടഡ് യൂസിങ്. അങ്ങനെയാണ് ഇതൊരു എക്സ്പ്ലോയിറ്റീവ് സിറ്റുവേഷൻ ആയിട്ട് ഇത് വന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇതിന് 500 കൊല്ലത്തെ പഴക്കമുള്ള സംഭവത്തിന് ഇത് ഈ ലോക്കൽ കമ്മ്യൂണിറ്റിയിൽ ഇങ്ങനെ വളരെ സ്പ്രെഡായി വന്നപ്പോഴും അവിടുത്തെ അന്നത്തെ രാജാവ് കിങ് ലൂയി 11th 17th സെഞ്ചുറിയിൽ 1692 93 രാജാവിൻ്റെ അടുത്ത് പോയിട്ട് ജനങ്ങൾ കംപ്ലൈന്റ് പറഞ്ഞു, ഇങ്ങനെ ഞങ്ങൾക്ക് നിത്യ ആവശ്യത്തിനുള്ള കാശിന് പലിശ വാങ്ങുന്നു, അതൊന്ന് മാറ്റണം. പക്ഷേ ഇവിടുത്തെ ഇപ്പോഴത്തെ മാതിരി മറ്റുള്ളവരുടെ ലോബി വാസ് മോർ സ്ട്രോങ്ങർ. അത് രാജാവ് ഒരു പ്രൊക്ലമേഷൻ കൊടുത്തു, ഒരു മാക്സിമം റേറ്റ് ഫിക്സ് ചെയ്തു. 3% 2% ആയിട്ടാണ് എൻ്റെ ഓർമ്മ ശരിയാണ്. അതാണ് ഫസ്റ്റ് റെഗുലേഷൻ. പക്ഷേ അതുകൊണ്ടൊന്നും നിന്നില്ല. കാരണം ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്ന് ലാർജ് ഇൻഡസ്ട്രീസ് തുടങ്ങി 1846 ഒക്കെ ആകുമ്പോൾ അമേരിക്കയിലെത്തിയത്. അപ്പോൾ ദേ നീഡഡ് മണി. സോ ഇറ്റ് വാസ് ബിക്കം എ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് എക്സ്പ്ലോയിറ്റേഷൻ. അങ്ങനെയാണ് ഈ കമേഴ്ഷ്യൽ ബാങ്ക് എന്ന കൺസെപ്റ്റ് നിലവിൽ വരുന്നത്. 1406 ജിനോ ഇറ്റലിയിലാണ്
ബാങ്കോ ഡി സാൻ ജോർജിയോ, അതാണ് ലോകത്തിലെ ആദ്യത്തെ ഫോർമൽ കമേഴ്ഷ്യൽ ബാങ്ക്. 1406 15th സെഞ്ചുറി, 500 കൊല്ലത്തെ ആയിട്ടുള്ള ഈ സംഭവം തുടങ്ങിയിട്ട്. പക്ഷെ എന്നിട്ടും ഒരു 50 കൊല്ലം എടുത്ത് ഇന്നത്തെ സിറ്റുവേഷനിലൊക്കെ വരാൻ. പിന്നെ അത് വന്ന് അത് സ്പെഷ്യലൈസേഷനായി. ഇൻഡസ്ട്രീസ് ബിക്കം ദി ക്യാപിറ്റൽ നീഡ്സ്, അത് മണി നീഡ്സ് ആർ ഡിഫറെന്റ് ഫോർ ഡിഫറെന്റ് ബിസിനസ്. നമുക്കറിയാലോ, ഇൻഡസ്ട്രിക്കുള്ള നാച്ചുറൽ അല്ല, ഒരു കമേഴ്ഷ്യൽ ലെൻഡിങ്ങിൽ വേണ്ടത് അല്ല, അതല്ല ഒരു അഗ്രികൾച്ചർ ബാങ്ക് നീഡ് വേണ്ടത്. ടൈമിങ്, സൈക്കിള്, എന്താണ് അതിന്റെ റീപേയ്മെന്റ് പീരീഡ്, അതൊക്കെ വ്യത്യാസമാണ്. അതുകൊണ്ട് ലോകത്തിൽ ഡിഫറെന്റ് സ്ഥലത്ത് ഡിഫറെന്റ് സ്പെഷ്യലൈസേഷൻ. ഞാൻ ഈ ബാങ്കിങ്ങിന്റെ ഒരു ഇവോൾവ്മെന്റ് പറയുന്ന വെച്ചാൽ അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി, ഇത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ വന്നതല്ല, സർക്കംസ്റ്റാൻഷ്യൽ ആയിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു എക്സ്പ്ലോയിറ്റിനാണ്. അപ്പൊ ഇത് കണ്ടപ്പോഴേ പീപ്പിൾ സ്റ്റാർട്ടഡ് ലിറ്ററിങ്. കാരണം ഈ പൈസ ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നവർക്ക് ഒരു ഗ്യാരണ്ടി ഒന്നുമില്ല. അവരൊക്കെ സ്വന്തം ബിസിനസ് ഇൻഡസ്ട്രിയൽ ഹൗസസ് ഉണ്ടാക്കി അത് യൂസ് ചെയ്ത് തുടങ്ങി. Then many government interfered. The government started their own bank, government bank, so that to give confidence to the public who are putting deposit into the bank. അങ്ങനെ ഗവൺമെന്റ് ബാങ്ക് നിലവിൽ വന്നു. ഇൻഡിവിജ്വൽ ബാങ്ക്സിന്റെ ഒരു എക്സ്പ്ലോയിറ്റേഷൻ കുറക്കാൻ വേണ്ടിയിട്ട് പല ഗവൺമെന്റിനും അതിൻ്റെ ഒരു ആവശ്യം നേരിട്ടു. കാരണം പ്രൊട്ടസ്റ്റ് കമ്മിങ് ഔട്ട്, ചർച്ചിലും ഒക്കെ ആയിട്ട്. അപ്പോൾ ഫൈനലി ഗവൺമെന്റ് സ്റ്റാർട്ടഡ് ബാങ്ക്. നിങ്ങൾക്കറിയാവുന്ന 1969 തോന്നുന്നു ഇന്ദിരാഗാന്ധി ഇന്ത്യയിൽ 14ഓളം പ്രൈവറ്റ് ബാങ്ക്സ് നാഷണലൈസ് ചെയ്തത്. അതിൻ്റെയൊക്കെ ഭാഗമാണ്. കാരണം വെച്ചാൽ റീസൺ ഫോർ ഇറ്റ്. ഞാനപ്പോൾ അന്ന് പിന്നെ നമ്മളൊക്കെ വിദ്യാർത്ഥികളാണ്. എനിക്കറിയാം 3 ബാങ്ക് ഞങ്ങളുടെ നാട്ടിലാണ്. സിൻഡിക്കേറ്റ് ബാങ്ക്, കനറ ബാങ്ക്, വിജയ ബാങ്ക്. മൂന്ന് കമ്മ്യൂണിറ്റി അതാണ് ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ. കൊങ്ങണാസിന്റെ മുഴുവൻ ലോകത്ത് നിന്ന് അവർ ഡെപ്പോസിറ്റ് വാങ്ങിയിട്ട് അവരുടെ ആൾക്കാർക്ക് മാത്രമേ പൈസ കൊടുക്കൂ. ഇറ്റ് വാസ് വെരി ഒബ്വിയസ്. സൗത്ത് കനറ, മാംഗ്ലൂർ ഏരിയയിൽ, കർണാടകയിൽ മൊത്തത്തിൽ അങ്ങനെ തന്നെയായിരുന്നു. പുറത്തുള്ള നോർത്തിലുള്ള മറാത്തികളുടെ ബാങ്കിൽ മറാത്തികൾക്ക് കൊടുക്കുള്ളൂ, ഗുജറാത്തികളുടെ ബാങ്കിൽ ഗുജറാത്തികൾക്ക് കൊടുക്കുള്ളൂ. അങ്ങനെയുള്ള അവസ്ഥ വന്നപ്പോഴാണ് മിസസ് ഗാന്ധിയൊക്കെ നാഷണലൈസ് ചെയ്തത്. അതോടുകൂടി റെഗുലേറ്റേഴ്സ് വന്നു. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഒക്കെ വന്നത് ഒരു 10-15 ബാങ്ക് ഫങ്ഷൻ ചെയ്തതിന് ശേഷമാണ്. ഇംഗ്ലണ്ടിലെ ബാങ്ക് റെഗുലേറ്റർ ആയിട്ട് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് വന്നു, ഇന്ത്യയിലെ റിസർവ് ബാങ്ക് വന്നു, അതിനു മുമ്പ് ഫെഡറൽ ബാങ്ക്, അമേരിക്കയിലെ ഫെഡറൽ റിസർവ് വന്നു. ഇത് ഗവൺമെന്റ് റെഗുലേറ്റ് ചെയ്ത് ഗവൺമെന്റിന്റെ പാർട്ടായപ്പോഴും വീണ്ടും ചർച്ചിൽ നിന്ന്, ഞാൻ അതാ പറയുന്നത്, ആദ്യത്തെ ഒബ്ജക്ഷൻ വന്നത് ചർച്ചിൽ നിന്നാണ്. ആർച്ച് ബിഷപ്പ് ഓഫ് കാൻറ്റർബറി അന്നത്തെ ഹെൻറി 8-ാമന് കത്തെഴുതി, ഞങ്ങൾ ബഹിഷ്കരിക്കും, രാജാവിനെ ബഹിഷ്കരിക്കുന്നതാണ്, റോയൽറ്റിനെ ബഹിഷ്കരിക്കും ഇത് നിർത്തിയില്ലെങ്കിൽ എന്ന്. പക്ഷേ ദി ഗവൺമെന്റ് വാസ് ബിയോണ്ട് ദി കിങ് ദോസ് ഡേയ്സ്. ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അന്ന് ആഴ്ചകളോളം ഇതൊരു ചർച്ചുകളിൽ സൺഡേകളിൽ സർമൻസിന്റെ ഭാഗമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മൾ വിചാരിക്കുന്നെങ്കിൽ എന്തൊരു ഇസ്ലാമിന്റെ ഒരു പ്രത്യേകമായിട്ട് വന്നത്, അങ്ങനെയല്ല. ഇതൊരു എക്സ്പ്ലോയിറ്റ് ടൂളാണെന്നുള്ളത് അന്ന് മുതലേ അറിയാമായിരുന്നു. പക്ഷെ മറുവശത്ത് ഉള്ളവര്, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കൂടുതൽ ശക്തന്മാരായതുകൊണ്ട് ഈ പാടില്ല എന്ന് പറയുന്നവർക്ക് നിലനിൽപ്പില്ലാതായി പോയി എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ഇൻട്രസ്റ്റ് റേറ്റ്സ് ഒക്കെ ഇത് ഡിറ്റർമൈൻ ചെയ്തിരുന്നത്, ഇതിന് പിന്നെ കുറെ ഡീവിയേഷൻസ് വന്നു. എക്സ്പ്ലോയിറ്ററി പാർട്ട് കൂടിക്കൂടി വന്നു. നേരത്തെ പറഞ്ഞ ഇൻട്രസ്റ്റ് ഒക്കെ ബേസ്ഡ് ഓൺ സപ്ലൈ ഡിമാൻഡ് ആയിരുന്നു, അത് മാറി സ്പെക്കുലേഷനായി. അപ്പൊ നിങ്ങളൊരു ലോൺ 8 കൊല്ലത്തെ അല്ലെങ്കിൽ ഒരു 10 കൊല്ലത്തെ റീപേയ്മെന്റിന് ലോണ് നിങ്ങൾ എടുത്താലേ ഇപ്പൊ തന്നെ ഫിക്സ് ചെയ്യൂലേ, ഇല്ലെങ്കിൽ യു ക്യാൻ കവർ ഫോർവേഡ്. ബാങ്കിങ്ങിൽ ആരെങ്കിലും ബാങ്കിൽ വർക്ക് ചെയ്യുന്നവരെ അറിയാം, യു ക്യാൻ കവർ യുവർ ഇൻട്രസ്റ്റ് ഫോർവേഡ്. അതൊക്കെ വെറും സ്പെക്കുലേഷനാണ്. വൺസ് യു കവർ ഇൻട്രസ്റ്റ് ഫോർവേഡ്, നിങ്ങൾ യു ആർ ഗസ്സിങ്
നാലാമത്തെ കൊല്ലം ഈ ക്യാപിറ്റലിൽ ഫണ്ട് സപ്ലൈ ഡിമാൻഡ് എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ നിങ്ങൾ ഗസ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ്. അങ്ങനെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് സ്പെക്കുലേറ്റ് തുടങ്ങി. ഇതൊക്കെ ചെയ്തപ്പോൾ ദ ഹോൾ സിസ്റ്റം ബിക്കേം എ ഹൈലി സ്പെക്കുലേറ്റീവ് ടൂൾ. അവിടെയാണ് ഇത് അധപ്പതിച്ചത്. അപ്പം ഈ ഇതുവരെ പറഞ്ഞ 2-3 കാര്യങ്ങൾ, ഇതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതിന്റെ ഒരു മൊറാലിറ്റി മാത്രമല്ല, ദാറ്റ്സ് എ പാർട്ട്, ഓഫ് കോഴ്സ് ദാറ്റ്സ് എ ബിഗ് പാർട്ട്. ബട്ട് അതിനേക്കാളും ഇതിന് എക്കണോമിക്സ് പ്രോബ്ലം ഉണ്ട്, സോഷ്യൽ പ്രോബ്ലം ഉണ്ട് ഈ സിസ്റ്റത്തിൽ. വ്യക്തികൾ എന്ന നിലക്ക് പ്രോബ്ലം ഉണ്ട്. ഈ എക്സ്പ്ലോയിറ്റർ റൈറ്റ് ഫ്രം ബിഗിനിങ് ത്രൂ ആൻഡ് ത്രൂ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചൂഷണത്തിന്റെ ഏറ്റവും വലിയ ഉപാധിയാണ് പലിശ, ഈ കമേഴ്ഷ്യൽ ബാങ്കിങ്. അത് ഇത് ഞാനൊരു ഇതായിട്ട് പറയല്ല, അത് നിങ്ങൾ അതിന്റെ അകത്ത് പോയാൽ നിങ്ങൾ മനസ്സിലാകും. ഷോ യു സം മോർ സ്ലൈഡ്സ്. വ്യക്തികൾക്ക് പ്രോബ്ലം ഉണ്ട്, സമൂഹത്തിൽ പ്രോബ്ലം ഉണ്ട്. ഇതുകൊണ്ട് പൊതുവെ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, രാജ്യങ്ങൾക്ക് തന്നെ പ്രോബ്ലം ഉണ്ട്. വ്യക്തിക്കും സമൂഹത്തിനും നിങ്ങൾക്കറിയാലോ, ഒരു കടം വാങ്ങിയവൻ എപ്പോഴും കടക്കാരനാണ്, 2ാം ക്ലാസ്സാണ്. അതൊരു റിയാലിറ്റിയാണ്. എസ്പെഷ്യലി വില്ലേജസിലൊക്കെ എല്ലാവരും അറിയും അപ്പുറം കടം വാങ്ങിയാനായിട്ട്. സോറി. ആ ഒരു വ്യക്തിയെ, ഒരു കടം വാങ്ങുന്ന വ്യക്തിയെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തെ മാനസികവും കടക്കാരൻ നമുക്കൊക്കെ അറിയാം. നമ്മളൊക്കെ പലപ്പോഴും കടക്കാരായിട്ടുണ്ട്, ഞാനൊക്കെ. ഒരു കടക്കാരന്റെ മാനസികാവസ്ഥ നിങ്ങൾക്കറിയാം. അപ്പം അതൊരു വലിയൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഒരു ഇൻഡിവിജ്വൽ പ്രോബ്ലമാണ്, ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലമാണ്. ലെൻഡർ ബോറോ 2 ക്ലാസ് അത് സൃഷ്ടിക്കുന്നു. ഈ ബാങ്കിൽ നിന്ന് അത് കടം കിട്ടുന്നത് ബിസിനസ്സിന് ഏറ്റവും ലാഭമുള്ള ബിസിനസ്സിനാണ്. ഫോർ എക്സാമ്പിൾ, ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്താൻ, ഒരു ഹോസ്പിറ്റൽ, ഹെൽത്ത് കെയർ, സാധാരണ ഇപ്പൊ ഞാൻ കോർപ്പറേറ്റ് നോർമൽ ഒരു സാധാരണ ഹോസ്പിറ്റൽ കെയർ, അതിനൊന്നും ലാഭമില്ല. ഇറ്റ് ടേക്സ് ലോങ് ടൈം. 8-6 hours സ്കൂൾ നടത്തിയവരൊക്കെ ഇപ്പൊ നമ്മുടെ ഷറഫുദ്ദീൻ സാഹിബൊക്കെ നടത്തുന്ന ആൾക്കറിയാം. 5-8 കൊല്ലം കഴിയാണ്ട് ഒരു സ്കൂളൊന്നും എടുത്ത് ലാഭം ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പം അധികം പ്രോഫിറ്റ് ഉള്ളതും അധികം പലിശ കിട്ടുന്നുള്ള വ്യവസ്ഥ കാര്യങ്ങൾ നടക്കും. ഈ നമുക്ക് സോഷ്യലി ആവശ്യമുള്ള കാര്യങ്ങൾ നടക്കൂല. അപ്പം റിവാർഡിങ് അല്ലാത്ത ഒന്നിനും ഈ സിസ്റ്റത്തിൽ പൈസ കിട്ടൂല എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇതിന്റെ ഏറ്റവും വലിയ എക്കണോമിസ്റ്റ് പറഞ്ഞത്, ഇതിന്റെ ഏറ്റവും വലിയ ഇറ്റ്സ് എ ബേസിക് ഹ്യൂമൻ റൈറ്റ് ഡിനയൽ. അതായത് ഒരാൾ കച്ചവടത്തിന് വേണ്ടിയിട്ട് പലിശക്ക് കടം വാങ്ങി, ബാങ്കിൽ നിന്ന് കടം വാങ്ങി, അദ്ദേഹം അധ്വാനിച്ച് ദിവസം മുഴുവനും കൊല്ലം മുഴുവൻ അധ്വാനിച്ച് അവസാനം നഷ്ടം വന്നാലും ബാങ്കിന് ഏതായാലും പലിശ കൊടുക്കണം. അദ്ദേഹത്തിനൊന്നുമില്ല, അദ്ദേഹത്തിന്റെ അധ്വാനത്തിനൊന്നുമില്ല. ഈവൻ യുണൈറ്റഡ് നേഷൻസിന്റെ ഹ്യൂമൻ റൈറ്റ്സ് ഇത് പ്രകാരം പണിയെടുത്താൽ കൂലിയില്ലാത്തത് ഇറ്റ്സ് വയലേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. ഒരാൾ അധ്വാനിക്കാണ്, ഒരു ബിസിനസ്, തട്ടുകട അല്ലെങ്കിൽ റെസ്റ്റോറന്റ് അല്ലെങ്കിൽ ഗ്രോസറി ഷോപ്പിന് 10 ലക്ഷം രൂപ കടം വാങ്ങി, അയാൾ രാത്രിയും പകലും അധ്വാനിച്ച അയാൾക്കൊന്നുമില്ല, പക്ഷെ ബാങ്കിന് ഫിക്സ്ഡ് ആയിട്ട് എമൗണ്ട് കൊടുക്കും. ഇറ്റ്സ് എ വയലേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു പ്രോബ്ലം കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത്. പൈസ ഉള്ളവനെ ബാങ്ക്, ഇതിനെ കുറിച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് കാണിച്ചു തരാം. വലിയ പൈസക്കാരനെ ബാങ്കിൽ നിന്ന് പൈസ കിട്ടുള്ളൂ. ദി ക്രെഡിറ്റ് അവൈലബിലിറ്റി ടു കോമൺ മാൻ ഇസ് വെരി ഡിഫിക്കൽട്ട്. അതിന്റെ റിയാലിറ്റിയാണ്, നിങ്ങൾക്കെല്ലാം അറിയാം. ഏറ്റവും വലിയ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ പൈസ കിട്ടും. അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ആൾസോ. അതുകൊണ്ട് തന്നെ there is a concentration of wealth and there is a widening gap between the rich and the poor. നമ്മൾ സാധാരണ ഇംഗ്ലീഷിൽ പഠിപ്പിക്കപ്പെടാണ്ട്, കോമേഴ്സ് പഠിച്ച ബികോമിനൊക്കെ പഠിച്ചിട്ടുണ്ടാവും. വൺസ് എ ഡെറ്റർ ഓൾവേസ് എ ഡെറ്റർ എന്ന് പറയാനുണ്ട്. ഒരു പ്രാവശ്യം കടം വാങ്ങിയാൽ നമ്മൾ ആ സൈക്കിൾ, ആ ചുഴിയിൽ ഇങ്ങനെ പെട്ട് കിടക്കും. അപ്പോ ഈ കടം എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ മോശമായ ഒരു കാര്യമാണെന്ന് ഞാൻ പറയുന്നു. പക്ഷെ എന്നോട് കൊണ്ട് ഇതായിട്ട് കടമെടുക്കാൻ എന്ത് ചെയ്യും ചോദിച്ചാൽ അതിന് ഉത്തരം ഉണ്ടാവും, പിന്നെ പറയാം. നമുക്ക് ഈ സോഷ്യൽ പ്രോബ്ലം കൂടാണ്ട് ഇതിനൊരുപാട് എക്കണോമിക് പ്രോബ്ലം ഉണ്ട്. ഇത് ഭയങ്കര കോസ്റ്റ് ഇൻഫ്ലേഷൻ ഉണ്ടാക്കും. അപ്പൊ നമ്മൾ നോക്കും, ഒരു മാനുഫാക്ചർ പലിശ കടമെടുക്കുന്നു,
ഹോൾസെയിലർ എടുക്കുന്നു, റീറ്റെയിലർ എടുക്കുന്നു, ട്രാൻസ്പോർട്ടർ എടുക്കുന്നു. അൾട്ടിമേറ്റ്ലി ഇത് കസ്റ്റമർ കയ്യിലെത്തുമ്പോൾ ഇതെല്ലാവരുടെ ഇൻട്രസ്റ്റ് കൂട്ടും. ഒരു ടിപ്പിക്കലി ദി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസസ് ബൈ ആക്ച്വൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഞാനൊരു ഗസ് വർക്കല്ല, എൻ്റെ ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ട്. 12-13% കോസ്റ്റ് ഈ ഇൻട്രസ്റ്റ് കൊണ്ട് മാത്രം ഒരു പ്രോഡക്റ്റിന്, ഒരു മാനുഫാക്ചർഡ് പ്രോഡക്റ്റിന് കൂടുന്നുണ്ട്. സോ ദാറ്റ് മീൻ ബിഗ് ഇൻഫ്ലേഷൻ. 12% ഇസ് എ ബിഗ് ഇൻഫ്ലേഷൻ. 12% ഇൻഫ്ലേഷൻ നിങ്ങൾക്ക് കുറക്കാൻ പറ്റുകയാണെങ്കിൽ യുവർ എക്കോണമി വിൽ ബി വൺ ഓഫ് ദ ബെസ്റ്റ്. അതുപോലെ തന്നെ ട്രേഡ് സൈക്കിൾ. നമ്മുടെ നാട്ടിലെ ലോകത്തിലെ എല്ലാ വിദഗ്ധരും എന്താണ് നമ്മുടെ നോബൽ ലോറേറ്റ് ഡോക്ടർ സ്റ്റിഗിൾസിന്റെ ഒരു ബുക്ക് ഉണ്ട്. അദ്ദേഹം പറയുന്നത് ലോകത്തിൽ എവിടെയൊക്കെ ട്രേഡ് സൈക്കിൾ ഉണ്ടായിട്ടുണ്ടോ അതിനൊക്കെ കാരണം ഇൻട്രസ്റ്റ് എന്നാണ്. സിംപിളി എക്സ്പ്ലെയിൻസ്. ഒരു സെക്ടറിൽ ഒരു ബിസിനസ്സിന് ഭയങ്കര ലാഭമുണ്ട്, ഭയങ്കര ബൂമിങ് ആണ്. നമുക്കറിയാം റിയൽ എസ്റ്റേറ്റ്. എല്ലാ ബാങ്കുകാരും ഉടനെ അലോക്കേറ്റ് ചെയ്യും, ലാർജ് എമൗണ്ട് ഓഫ് ഫണ്ട് ആ സെക്ടറിൽ അലോക്കേറ്റ് ചെയ്യും. അപ്പൊ അത് അങ്ങനെ പോയി അതിന് ഡിമാൻഡ് കുറയും, സപ്ലൈ കൂടും. ഇപ്പൊ റിയൽ എസ്റ്റേറ്റ് ആണെങ്കിൽ അപ്പാർട്ട്മെന്റ് ഉണ്ടാക്കി അല്ലെങ്കിൽ ബിൽഡിംഗ് ഉണ്ടാക്കി അതിന്റെ സപ്ലൈ കൂടും, ഡിം അത് പോകും. അതിങ്ങനെ സൈക്കിളിൽ പോയി. അതോടൊപ്പം എന്തായി? ബിസിനസ് പോയി. ആ പൈസ മുഴുവൻ നോൺ പെർഫോമിംഗ് അസറ്റ് ആയി കെട്ടാക്കടായി. ദിസ് ഇസ് നോട്ട് സ്റ്റോറി. ഐ ഷോ യു സ്റ്റാറ്റിസ്റ്റിക്സ്. ദിസ് ഇസ് എ റിയാലിറ്റി. പിന്നെ ഇത് ഒരു ആന്റിതെസിസ് ആണ് ഈ ഇൻട്രസ്റ്റ്. ബാങ്കിൽ ഏറ്റവും അധികം ഇൻട്രസ്റ്റ് ഉള്ള സമയത്ത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് മാർജിൻ ഈസ് വെരി പുവർ. പീപ്പിൾ ആർ നോട്ട് പുട്ടിങ് ഇൻ ബിസിനസ്. നാഷണൽ ഇൻവെസ്റ്റ്മെന്റ് കൺസിഡറബിളി കുറയും. കാരണം അവർ ബാങ്കിൽ ഇട്ടാൽ മതി, 12% ഡെപ്പോസിറ്റ് പൈസ ഇട്ടാൽ വഴി പോകാം. സോ ഇറ്റ്സ് ആക്ച്വലി ആന്റിതെസിസ്. നേരത്തെ പറഞ്ഞ മാതിരി ഇനി പിന്നെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഓൺലി തിങ് ദേ ആർ വറീഡ് അബൌട്ട് പ്രോഫിറ്റബിലിറ്റി. അതുകൊണ്ട് തന്നെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഒന്നുമില്ല ഇതിന്. നിങ്ങൾക്കറിയാം, അതായത് കമ്മിറ്റ്മെന്റ് ഇല്ല. ഇപ്പൊ നമുക്കറിയാം എത്ര ആൾക്കാരെ വീട്ടിൽ കുടിയൊഴിപ്പിക്കുന്നു. കാരണം അവർക്ക് അതിന് ബാങ്കിനോ ലെൻഡർക്കോ ബ്ലേഡ് കമ്പനിക്കാരനോ അങ്ങനത്തെ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇല്ല. ഈ വർഗത്തിന് ആ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇല്ല. കാരണം ഞാൻ ആദ്യം പറഞ്ഞു, there is no moral ethical basis for the system. ബാങ്ക്സ് ആണ് ഇവിടെ വർക്ക് ചെയ്ത ഏറ്റവും വലിയ എക്സ്പെൻസീവ് മിഡിൽ മാൻ. എന്താണ് ബാങ്കിന്റെ ഫംഗ്ഷൻ? അവര് ഡെപ്പോസിറ്റുകാരോട് പൈസ വാങ്ങുന്നു. ഇപ്പൊ 5%, 6% കൊടുക്കുന്നു. 14%, 15% പിന്നെ ബിസിനസ്സുകാർക്ക് കൊടുക്കുന്നു. They have a cut of 6 to 7%. I have some statistics I will show you. അപ്പം അതില് they are a very expensive broker, expensive middleman. എങ്ങനെ നോക്കിയാലും 6 to 7% is an inflated unnecessary money, unnecessary cost. നമ്മളിപ്പോ അതിനത് ആലോചിച്ച് നോക്ക്, നിങ്ങളെ ലോജിക് ആലോചിച്ച് നോക്ക്. നമ്മുടെ പൈസ ബാങ്ക് ത്രൂ ഡെപ്പോസിറ്റ് അല്ലാണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു സാധ്യത ഉണ്ടായാൽ will not we save that money? ആലോചിച്ച് നോക്ക്. ആ ബിസിനസ് ആയാലും 12% ഇൻട്രസ്റ്റ് കൊടുക്കാനുള്ള കേപ്പബിലിറ്റി അല്ലെങ്കിൽ ആ ബിസിനസ് മോഡൽ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടൂല നേരിട്ട്. വാട്ട് ഈസ് ലാക്കിംഗ് ഈസ് നമുക്ക് അങ്ങനെ ഒരു സംവിധാനം ഇല്ല. ഒരു സ്മോൾ സേവർക്ക് പൈസ 2 ലക്ഷം, 3 ലക്ഷം, 5 ലക്ഷം രൂപ സേവ് ചെയ്യുന്ന ഒരാൾക്ക് റിലയബിൾ ആയിട്ട് വിശ്വസ്തമായിട്ട് ഒരു ബിസിനസ് നേരിട്ട് ഇത് ഇറക്കാനുള്ള സംവിധാനം ഇവിടെ ഇല്ല. അതാണ് ഇപ്പൊ somebody wants to work for ഇൻഡസ്ട്രി ബാങ്കിങ്, അതാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് കുറെ നമ്മൾ അറബിക് ടെർമിനോളജി പറഞ്ഞ ഒന്നും നടക്കാൻ പോകില്ല. അതിനുള്ള സംവിധാനം ഉണ്ടാക്കണം. ഓട്ടോമാറ്റിക്കലി ഇത് അതർ വിൽ ഡൈ. കാരണം നിങ്ങൾക്ക് 7%, 6% ബാങ്ക് അത് കിട്ടുന്നുള്ളൂ. റിലയബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വേറെ സ്ഥലത്ത് കൊടുത്താൽ 12%, 13% കൺസിസ്റ്റന്റ് ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ who will go to the bank? Naturally the bank will go away. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ലേബർ ക്യാപിറ്റൽ എന്റർപ്രണർ, അത് വെറും ഒരു സൂഡോ ഡെഫിനിഷനാണ്. ഒരു എന്റർപ്രണർ, ഒരാൾ കച്ചവടം തുടങ്ങുന്നത് എന്റർപ്രണർ, അയാൾക്ക് കാശ് ക്യാപിറ്റൽ ഇല്ലെങ്കിൽ ഏതെങ്കിലും ബാങ്കിൽ നിന്ന് ഒരു 1000 രൂപയുടെ ബിസിനസ്, 10,000 രൂപയുടെ ബിസിനസ് തുടങ്ങുക, അയാൾക്ക് 2,000, 3,000 രൂപ കൂടി ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബാങ്ക് പൈസ കൊടുക്കൂടെ?
That's a non-starter. There is no separate factor of production like entrepreneurial capital. രണ്ടും ഒന്ന് തന്നെയാണ്. ഒരു എന്റർപ്രണർക്ക് സ്വന്തം മൂലധനം ഇല്ലെങ്കിൽ ഒരു ബാങ്ക് പൈസ കൊടുക്കില്ല. അതിന് ഇങ്ങനെ പഠിപ്പിച്ചിട്ട് ഈ നുണ പറഞ്ഞ് പഠിപ്പിച്ചിട്ട് അങ്ങനെ ആക്കി ഒരു എക്സ്പ്ലോയിറ്റ് ടൂൾ ആക്കിയതാ. അതുകൊണ്ട് എന്ത് പറ്റുന്നു, നമുക്കിപ്പോ ബാങ്കിൽ പൈസ കിട്ടാത്തപ്പോൾ നമ്മൾ ബ്ലാക്ക് മണി അല്ലെങ്കിൽ മണി ലെൻഡേഴ്സ് എടുത്തു പോകും. നിങ്ങൾക്കറിയാം എത്ര സൂയിസൈഡ് നമ്മുടെ നാട്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു ഹലാക്കിയത്താണ് ഞാൻ പറഞ്ഞു വന്നത്. ഇതെല്ലാം ഇതിന്റെ എക്കണോമിക് സൈഡാണ്. ഇതിന് ഒരു എന്താണ് ഇസ്ലാമും ഹദീസും ഖുർആനുമായിട്ടൊന്നും ഞാൻ പറഞ്ഞൊരു ബന്ധമില്ല. ദീസ് ആർ റിയൽ ഫാക്ട്സ് ഓഫ് ലൈഫ്, എക്കണോമിക് ആൻഡ് സോഷ്യൽ ഇംപ്ലിക്കേഷൻ ഓഫ് ദി ഇൻട്രസ്റ്റ് ബേസ്ഡ് എക്കണോമി. അപ്പൊ ഇതൊന്ന് നോക്ക്, ചെറിയൊരു ഇപ്പൊ ഇത് 2 കൊല്ലത്ത് ഞാൻ എടുത്തതാണ്. 12.85 ആയിരുന്നു 2014. 2026 ഉണ്ട്, ഏകദേശം സെയിം ആണ്, അതുകൊണ്ട് അവിടെ എഴുതാത്തതാണ്. 12.85 ആണ് ആവറേജ് ലെൻഡിങ് റേറ്റ് ഉണ്ടായത്. അന്നുണ്ടായിരുന്ന ഡെപ്പോസിറ്റ് റേറ്റ് 8.5 ആണ്. അത് സെയിം ആണ് ഇപ്പോഴും. ഏകദേശം 7% മാർജിനാണ് ബാങ്കുകാർ ഇത് വെച്ചെടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരുപാട് വെസ്റ്റേൺ എക്കണോമിസ്റ്റ് ഇതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്. ഞാൻ കുറച്ച് കോട്ട്സ് മാത്രം ഇവിടെ വായിക്കാം. ദ തിയറി ഓഫ് ഇൻട്രസ്റ്റ് ഹാസ് ലോങ് ബീൻ റിഗാർഡഡ് ആസ് എ കണ്ടൻഷ്യസ് ആൻഡ് അണ്ടർ ഡെവലപ്ഡ് ഏരിയ ഇൻ എക്കണോമിക് തോട്ട് among European economists. Karl Marx, the usurer is more rightly hated. അത് കമ്മ്യൂണിസ്റ്റാണ്. കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളൊക്കെ ഇപ്പൊ ഈ ബാങ്ക് ഉണ്ട്, അദ്ദേഹം പറഞ്ഞു വെച്ചതാണ്. പ്രൊഫസർ ഈഗൻ വാൻ ബോൺ ബർവക്കേറ്റ് അയാളുടെ ഒരു ബുക്ക് തന്നെ എഴുതിയിട്ടുണ്ട്, ക്യാപിറ്റൽ ആൻഡ് ഇൻട്രസ്റ്റ്, 1950 back in 1890. പ്രൊഫസർ കെയ്ൻസ്, നിങ്ങൾക്കറിയാലോ, ദ ഫേമസ് അമേരിക്കൻ എക്കണോമിസ്റ്റ്, അദ്ദേഹത്തിന്റെ വലിയ ഫേമസ് ഇതൊക്കെ ലൈബ്രറിയിൽ ഉണ്ട്. നമ്മൾ ഇവിടുത്തെ ലൈബ്രറിയിലൊക്കെ ഉണ്ട്, മഹാരാഷ്ട്ര കോളേജിലെ ലൈബ്രറിയിൽ മറ്റും കിട്ടിയത്. ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി, ദി ആവറേജ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വിച്ച് വിൽ അലൗ എ റീസണബിൾ ആവറേജ് ലെവൽ ഓഫ് എംപ്ലോയ്മെന്റ് ഈസ് വൺ സോ അൺആക്സെപ്റ്റബിൾ ടു ദ വെൽത്തി ഓണേഴ്സ് ദാറ്റ് ഇറ്റ് കനോട്ട് ബി readily established. അതായത് ഒരിക്കലും നടക്കാത്ത ഒരു തിയറി എന്നാണ് അദ്ദേഹം പറയുന്നത്. We cannot eliminate unemployment until we extinguish interest. ഞാൻ പറഞ്ഞല്ലോ, പ്രൊഫസർ കെയ്ൻസ് പറഞ്ഞാണ്. ലോകം അംഗീകരിക്കുന്ന ഏറ്റവും വലിയ എക്കണോമിസ്റ്റ്, അമേരിക്ക കണ്ട ആദ്യത്തെ പ്രസിഡന്റ് മുതൽ 3 പ്രസിഡന്റുമാരുടെ അഡ്വൈസർ ആയിരുന്നു അദ്ദേഹം. ഈസ് എൻ യൂറോപ്യൻ എക്കണോമിസ്റ്റ്. ഡോക്ടർ ഗോട്ട്ഫ്രെഡ് വാൻ ഹോബർ ഈസ് എ ഡച്ച് ഫെലോ. The theory of interest has for a long time been a weak spot in the science of economics. Theory of investment of the firm, 1951 എഴുതിയ ബുക്ക്. At zero rate of interest, we could reach a kind of golden age. പോൾ സാമുവൽസൺ എല്ലാവർക്കും അറിയാം, എക്കണോമിക്സ് പഠിക്കുന്ന ഏത് കുട്ടിക്കും അറിയാം. അപ്പൊ ഇവരൊക്കെ ഇങ്ങനത്തെ ഒരുപാട്, ഞാൻ നേരത്തെ പറഞ്ഞില്ല, വെസ്റ്റേൺ എക്കണോമിസ്റ്റും ഈ ഇൻട്രസ്റ്റിനും ഈ ഇൻട്രസ്റ്റ് ബേസ്ഡ് ബാങ്കിങ്ങിനെതിരെ ബുക്കുകൾ എഴുതിയിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്. ഇതിനേക്കാളും ഈ ബാങ്കേഴ്സ്, ഫിനാൻഷ്യൽസ്, അവരുടെ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഇൻ ഗവൺമെന്റ് 3 പ്രസിഡന്റുമാരുടെ ജീവചരിത്രത്തിൽ, അഗൈൻ യു ക്യാൻ വെരിഫൈ, ഞാനിവിടെ പുള്ളടിക്കുന്നതല്ല, എവിടെ പോയാൽ നിങ്ങൾക്ക് ഇതെല്ലാം കിട്ടും. തോമസ് ജെഫേഴ്സൺ, ജെയിംസ് മാഡിസൺ, വൂഡ്രോ വിൽസൺ, 3 ഫേമസ് അമേരിക്കൻ റിപ്പബ്ലിക്കൻ, വൺ ഓഫ് ദം ഈസ് റിപ്പബ്ലിക്കൻ, ഡെമോക്രാറ്റിക്. അവരുടെ ജീവചരിത്രത്തിൽ അവരുടെ പ്രസിഡൻസി കാലത്ത് ഈ ബാങ്കേഴ്സിന്റെ ബാഡ് ഇൻഫ്ലുവൻസ് പറ്റി മെമ്മോർ എഴുതിയിട്ടുണ്ട് അവർ. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ പാർട്ടനൈസേഷൻ, ഞാൻ പറയണ്ടല്ലോ ഇപ്പൊ അദാനിന്റെ നിങ്ങൾക്ക് പറയേണ്ട കാര്യം, നിങ്ങൾക്കെല്ലാം അറിയാം. ഇതൊക്കെ വളരെ ഒബ്വിയസ് തിങ്സ് ആണ്. ഏറ്റവും വലിയ സഫറർ പാവപ്പെട്ട ഇൻഡിവിജ്വൽ വ്യക്തികളെ തന്നെ പൂവർ തേർഡ് വേൾഡ് ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ് ആണ്. ഇന്ന് IMF-ലും വേൾഡ് ബാങ്കിന്റെയും about 75% ഡെറ്റ് ഈ ലാറ്റിൻ അമേരിക്കൻ, ആഫ്രിക്കൻ കൺട്രീസിലാണ്. അതിൽ 70% ഇൻട്രസ്റ്റ് ഏരിയേഴ്സ് ആണ്. അപ്പൊ നമ്മള് ഇത് വിചാരിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രശ്നമല്ല, പ്രശ്നമല്ല, അത് ഗ്ലോബൽ ഇഷ്യൂ. ബാക്ക് ഇൻ ആദ്യമായിട്ട്, ഐ തിങ്ക് ഇറ്റ് വാസ് ഇൻ 2006 or 2007, G8 കൺട്രീസ് about $50 billion ബൈലാറ്ററൽ ലോൺ അവർ എഴുത്തണ്ട് വന്നു. കാരണം അവിടെ ആഫ്രിക്കയിലൊക്കെ ഫാമിനായി കോളർ വന്ന് കൊടുക്കാൻ പറ്റിയില്ല. അഗൈൻ ഇറ്റ് വാസ് റിപ്പീറ്റഡ് ഇൻ 2017.
അപ്പൊ ഈ പൈസ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് വരുന്ന ഈ ഫിക്സഡ് ഇൻകം വരുന്ന ഇറ്റ്സ് ഓൺലി തിയറി, ഇറ്റ്സ് നോട്ട് ഹാപ്പനിങ്. ഈ റൈറ്റ് ഓഫ് കൂടി എല്ലാം പോയില്ലേ? അപ്പൊ ഇറ്റ്സ് എ ഗ്ലോബൽ പ്രോബ്ലം. കുറച്ച് ഫാസ്റ്റ് പോവാം. ഇതൊക്കെ ദീസ് ആർ ദ ഏരിയാസ് ഇൻഫ്ലുവൻസ് ദി ഗവൺമെന്റ്. This is an interesting quote from Thomas Jefferson, who was the president of America. If the American people even allow private banks to control the issue of their currency, the banks and the corporation that will grow up around them will deprive the people all property until their children wake up homeless on the continent their fathers conquered. I believe the banking institutions are more dangerous to our liberty than a standing army. ഇത് സാക്ഷാൽ അമേരിക്കൻ പ്രസിഡന്റ് തോമസ് ജെഫേഴ്സൺ അദ്ദേഹം എഴുതിയതാണ്. ഇതിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ആരിസ് ഇർഫാന്റെ ഒരു ബുക്ക് ഉണ്ട്, ദ ഹെവൻസ് ബാങ്ക്. ഒരാള് ഈ ഇസ്ലാമിക് ബാങ്കിനെ കുറിച്ച് വളരെ റീസെന്റ് ആയിട്ട് എഴുതിയ ബുക്കാണ്. അതിന്റെ 192 പേജിൽ നിങ്ങൾ കാണാം. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞെങ്കിലേ, ഇത് ഒരു ഇസ്ലാമിക് പെർസ്പെക്റ്റീവിലും ഒരു അങ്ങനെ പറയേണ്ട കാര്യമല്ല. ഇതിന് വളരെ തിയറ്റിക്കലായിട്ട് എക്കണോമിക്കലി സ്ട്രോങ് ബാക്ക്ഗ്രൗണ്ട്, ഇത് മോശം പൊട്ടയാന്ന് വളരെ ഒബ്വിയസ് ആണ്. ഇതിപ്പോ ഇതിന്റെ ബേസിക് തിരിയേണ്ടാണ്. ഇത് പ്രാക്ടിക്കൽ അല്ല. നമുക്ക് ഏതെങ്കിലും ഒരു ബിസിനസ് ഉണ്ടോ കൊല്ലം ഒരേ ലാഭം കിട്ടുന്നത്? നെവർ. എങ്ങനെയാണ് പിന്നെ എല്ലാ കൊല്ലം 12% പലിശ കൊടുക്കുക? ഞാൻ നേരത്തെ പറഞ്ഞ സ്പെക്കുലേഷൻ. പിന്നെ ഇത് ഇപ്പം ലോൺ എടുക്കുന്നതിന് പണ്ടൊക്കെ അസറ്റ് ബേസ്ഡ് ആയിരുന്നു, ഇപ്പൊ അസറ്റ് ബേസ്ഡ് ഒന്നുമില്ല. അതെല്ലാം ഇസ് എ ബിഗ് സ്റ്റോറി. പിന്നെ എക്സസീവ് ലിവറേജ്. നമുക്ക് 10 രൂപയുടെ നമ്മൾ 1000 രൂപയുടെ കടം വാങ്ങിയിട്ടാണ് ബിസിനസ് ചെയ്യുന്നത്. 3ാമത്തെ ദിവസം പൊളിയും അത്. കാരണം വെച്ചെങ്കിൽ ഈ ഇതിലുള്ള ഇൻകം റീപേയ്മെന്റ് മതിയാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ബിഗ് സീരീസ് ഓഫ് ബാങ്ക് ഫെയിലിയേഴ്സ്. നിങ്ങൾ ശ്രദ്ധിച്ചോ, എല്ലാ 8 കൊല്ലം പറയുമ്പോൾ ദർ ഇസ് എ ഗ്ലോബൽ ബാങ്ക് ഫെയിലിയർ. 2000 ഇപ്പൊ വളരെ റീസെന്റ് ആയ ലാസ്റ്റ് 10 കൊല്ലത്തെ പറയാം. 2000 ജാപ്പാനിൽ മാത്രം റിയൽ എസ്റ്റേറ്റ് ഫ്ലോപ്പ് വന്നിട്ട് 600 ബില്യൺ ദേ ലോസ്റ്റ്. അതുപോലെ ആദ്യം 3 കൊല്ലം കഴിഞ്ഞിട്ട് ഫാർ ഈസ്റ്റിൽ ദേ ലോസ്റ്റ് അബൌട്ട് 800 ബില്യൺ. എക്സെപ്റ്റ് മലേഷ്യ, അവിടെ ഈ മഹാത്മായിരുന്നു അന്ന്. അദ്ദേഹം ഈ IMF-ന്റെ ലോണൊന്നും എടുത്തിരുന്നില്ല. ഏറ്റവും വലിയ ഫെയിലിയർ വന്ന 2009 അബൌട്ട് 100 വെസ്റ്റേൺ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ലാർജസ്റ്റ് ബാങ്ക്സ് ഇൻ ദ വേൾഡ് ക്ലോസ്ഡ് ഡൗൺ. About $6 trillion has just gone, wiped out. മോർഗൻ സ്റ്റാൻലി പേര് കേട്ടിട്ടുണ്ടാവും, ലഹ്മൻ ബ്രദേഴ്സ്, JP മോർഗൻ, അങ്ങനെ ഒരു 100 AIG, ഒരു 100 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടോട്ടലി വൈപ്ഡ് ഔട്ട്. ഒരു 15 കൊല്ലത്തെ കംപ്ലീറ്റ് ഡെപ്പോസിറ്റും അതോട് കൂടെ വരുത്തിയിരുന്നു. പിന്നെ എല്ലാം ഗവൺമെന്റ് നാഷണലൈസ് ചെയ്ത് അത് രക്ഷപ്പെടുത്തിയതാണ്. ഇന്ത്യയിലാണെങ്കിൽ അതിനേക്കാളും മോശമാണ്. നമ്മുടെ കിട്ടാക്കടം ബാങ്കിൽ എത്ര ആസ് ഓഫ് ലാസ്റ്റ് ഇയർ 10 ലക്ഷം കോടിയാണ്. 10 ലക്ഷം കോടി, 10 ട്രില്യൺ, 12 പൂജ്യം വേണം ഒരു ട്രില്യൺ. 10 ട്രില്യൺ റുപ്പീസ് ആണ് ഇന്ത്യൻ ബാങ്കിന്റെ. ഇത് ഞാൻ റിസർവ് ബാങ്കിന്റെ കണക്കാണ് കിട്ടാക്കടം. അപ്പൊ എവിടെയാണ് ഇത് സക്സസ് എന്ന് ഞാൻ ചോദിക്കുന്നത്. നമുക്ക് ഒരു കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് ഇപ്പൊ ഇത് ലേറ്റസ്റ്റ് ഇപ്പൊ കോവിഡ് കഴിഞ്ഞിട്ട് ഇപ്പം ഈ യുദ്ധം കൂടി വന്നപ്പോ they are waiting for a forecast now is another bank failure. ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്നവരാണ്, തട്ടിക്കൊണ്ടേ പൈസ. ഇതൊക്കെ നിങ്ങളൊക്കെ അറിയുന്നവരാണ്, എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. ദിസ് ഈസ് ലാസ്റ്റ് വീക്ക്. ഇനി I just put this slide here because I want to know ഇത് എങ്ങനെയാണ് ഈ പൊളിറ്റിക്കൽ. ഈ നിങ്ങൾക്കറിയാം NMC ഹോസ്പിറ്റൽ ഇവിടെ ദുബായിലുള്ളവർ, അബുദാബിയിലുള്ളവരുണ്ടെങ്കിലൊക്കെ അറിയാം, ഷെട്ടിയുടെ. അദ്ദേഹം അറിയപ്പെട്ട മോഡി ഭക്തനാണ്. അദ്ദേഹം അവിടുന്ന് കണ്ടിട്ട് ഇവിടെ വന്ന് ഇവിടെ മോഡിയെ രക്ഷപ്പെടുത്തി. ഈ ബാങ്ക് ഓഫ് ബറോഡ അദ്ദേഹത്തിന് ആ ട്രാൻസിഷൻ സമയത്ത് ഗവൺമെന്റ് ഏറ്റെടുക്കുന്നതും അദ്ദേഹം വിട്ട് ഏകദേശം ഒരു 3 months സമയത്ത് $600 million ആ ഹോസ്പിറ്റലിൽ പൈസ വന്നത് ഇദ്ദേഹത്തിന്റെ പേഴ്സണൽ അക്കൗണ്ട് ഇട്ട് കൊടുത്തു. Can you believe it? ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞതാ. എനിക്കറിയാം, ആരെങ്കിലും റെക്കോർഡ് ചെയ്തിട്ട് പോയാൽ ചിലപ്പോൾ ഞാൻ തന്നെ പിടിച്ചോളൂ എന്നാണ്, കുഴപ്പമില്ല. $600 million ഇദ്ദേഹത്തിന്റെ പേഴ്സണൽ അക്കൗണ്ട് ഇട്ട് കൊടുത്തു. പൈസ പിടിച്ചു ദുബായ് ഗവൺമെന്റ്, കേസായി. ഇപ്പൊ ലാസ്റ്റ് മന്ത്, ഇപ്പൊ ഇന്നലെയാണ് ജഡ്ജ്മെന്റ് ആയത്. യു നോ വാട്ട് ബാങ്ക് ഓഫ് ബറോഡ ഡിഡ്? ഇൻസ്റ്റെഡ് ഓഫ്
ടേക്കിംഗ് ഹിം ടു ജയിൽ. നമ്മളൊരു ഇവിടുന്ന് ഒരു 10,000 വാങ്ങിയിട്ട് ഒരു പാവം ആണെങ്കിൽ ജയിലിൽ കിടക്കും. അദ്ദേഹത്തിന് പകരം ബാങ്ക് അബുദാബി ഗവൺമെന്റ് പൈസ കൊടുത്തു ഇന്നലെ ജൂലൈ 2. ഇതാണ് നമ്മുടെ നാട്ടിലെ ബാങ്കിങ്. ഐ ഡോണ്ട് വാണ്ട് ടു ഗോ. ഇതൊരു നോൺ പെർഫോമിംഗ് അസറ്റിന്റെ കണക്കാണ്. ഇത് റിസർവ് ബാങ്കിന്റെ സോഴ്സാണ്. ഇത് പബ്ലിക് സെക്ടർ ബാങ്ക്, ഇത് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്, ഇത് ഫോറിൻ ബാങ്ക്, ഇത് എല്ലാവരും കൂടിയത്. അതാണ് 1 ട്രില്യൺ, 10 ട്രില്യൺ. അപ്പൊ ഇതാണ് ബാങ്ക്. ഇപ്പൊ ഈ 10 ട്രില്യൺ റിക്കവർ ചെയ്യണമെങ്കിൽ 15 കൊല്ലത്തെ പിന്നെ ഇൻട്രസ്റ്റ് ഇൻകം വേണം. 15 കൊല്ലത്തെ. ഇത് വെരി സക്സസ്ഫുൾ. നിങ്ങൾ പറയുന്നത് മറ്റൊന്നും അതിലല്ല, നഷ്ടം വരൂല. ഇത് ഫിക്സ്ഡ് എമൗണ്ട് ആണ്, ഫിക്സ്ഡ് റേറ്റ് ആണ്. സോ ദ ഹോൾ സിസ്റ്റം ഈസ് ഇനി ഈ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ വേറൊരു പ്രോബ്ലം വെച്ചെങ്കിൽ ഈ വലിയ ബിഗ് ഡിഫറൻസ് ബിറ്റ്വീൻ ദി എന്താണ് ഡിവൈഡ് വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ. ഇന്ന് നിങ്ങൾക്കറിയാം വാങ്ങോടുക്ക് നിർത്തണോ? കണ്ടല്ലോ. ഓ 2 ഹൗലുണ്ട്, അതുകൊണ്ടാ ചോദിച്ചത്. ഞാൻ കുറച്ച് ഫാസ്റ്റ് പോയത് തീരുന്നില്ലെങ്കിൽ. Globally, 1% of the people own almost 50% of the world asset. Globally. പൈസ പോട്ടെ. എനർജി കൺസംപ്ഷൻ, ഓയിൽ, ഇലക്ട്രിസിറ്റി. 16% of the global population constitute about 44% of the world energy consumption. Banking credit, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 20% of the global population access approximately 80% of the banking credit. ഇതാണ് നമ്മുടെ അവസ്ഥ, ഈ ബാങ്കിങ്ങിന്റെ അവസ്ഥ. ഇപ്പൊ ഈ സ്ലൈഡും കൂടെ ഒന്ന് നോക്കിക്കോളൂ നിങ്ങൾ. ഈ ഫസ്റ്റ് bottom 50% of the people, they get only 8.5% of the income and only 2% of the wealth. ഏറ്റവും top 10% they get 52% of the income and 76% of the global wealth. ഇത് ഈ സിസ്റ്റത്തിന്റെ disparity. This is all produced by our capital system and interest-based banking. ഇതിൽ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഐ ആം റിപ്പീറ്റിംഗ്, ആയത്തും ഹദീസൊന്നും ഓതണ്ട. ഇത് മനസ്സിലാക്കി കൊടുത്താൽ തന്നെ വൈ വി നീഡ് ഇസ്ലാമിക് ബാങ്കിങ് അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് മനസ്സിലാക്കി കൊടുക്കുക. നമ്മളെ ഫെയിലിയർ അതാണ്. നമ്മൾ ഇതിന്റെ ഈ ഭാഗം ഇതൊരു എക്സ്പ്ലോയിറ്ററി ടൂൾ ആണ്, പ്രാക്ടിക്കൽ അല്ല എന്ന് നമുക്ക് ബോധ്യപ്പെടുത്താൻ പറ്റിയിട്ടില്ല. കാരണം വെച്ചെങ്കിൽ മറ്റേ എതിർ പാർട്ടി ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി 5-6 ഗ്രൂപ്പിട്ട് വളരെ ശക്തന്മാരാണ്. അത് ഒന്ന് മറികടക്കണം. അപ്പൊ ഇനി ഷോർട്ടായിട്ട് ഇനിയിപ്പോൾ അത് നമ്മൾ വിഷയത്തിലേക്ക് കടക്കാനാണ്. ഇത് പറയാൻ കാരണം, ഇത് പറഞ്ഞാലേ ഇസ്ലാമിക് ബാങ്ക് എന്തുകൊണ്ട് ആവശ്യമെന്ന് പറയാനുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇസ്ലാമിക് ബാങ്ക് ഇസ് എ സ്മോൾ പാർട്ട് ഓഫ് അവർ ഓൾ ഇസ്ലാമിക് സിസ്റ്റം. ഇസ്ലാം ആക്സെപ്റ്റ് ദ മാർക്കറ്റ് ഫോഴ്സ് ഓഫ് സപ്ലൈ ആൻഡ് ഡിമാൻഡ്. അതൊക്കെ ഇസ്ലാം പണ്ടേ മദീനയിലൊക്കെ ഇവരൊക്കെ വരുന്നതിന് മുമ്പേ മദീനയിൽ ഉണ്ടായതാണ്. മോഡേൺ എക്കണോമിക്സിന്റെ ഫാദർ എന്ന് പറയുന്നത് കെയ്ൻസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 1927 അദ്ദേഹം വെൽത്ത് ഓഫ് എക്കണോമിക് എന്നാണ് വെൽത്ത് ഓഫ് ഫേമസ് ബുക്ക്. എനിവേ, അതിന് 1300 കൊല്ലം മുമ്പേ ഈ മാർക്കറ്റ് ഫോഴ്സിനെ പറ്റിയിട്ട് നമുക്കറിയായിരുന്നു. പക്ഷേ ഓൺലി ഡിഫറൻസ് ഈസ് ഇൻ ദി ഇസ്ലാമിക് സിസ്റ്റം there are certain restrictions. ചെറിയ 2 ഉദാഹരണം പറയാം, അപ്പൊ നിങ്ങൾക്ക് ബാക്കി നിങ്ങൾക്ക് ഉണ്ടാകും. മദീന മാർക്കറ്റ് കാറ്റിൽ നമ്മൾ സക്കാത്തൊക്കെ പറയുമ്പോൾ കാറ്റിലിനാണ് വലിയൊരു ഇമ്പോർട്ടൻസ്. ഇപ്പൊ എന്നെ പോലത്തെ 1-2 ആളുകളുള്ള ആട് മേയ്ക്കുന്നവരൊക്കെ ബാക്കിയൊക്കെ ആരും അങ്ങനെ ചെയ്യാറില്ല. കാറ്റിൽ വാസ് എ ബിഗ് അസെറ്റ്. മദീന മാർക്കറ്റിൽ ഒട്ടകത്തിനെയും പെണ്ണൊട്ടകത്തിനെയും പെണ്ണാടിനെയും കൊടന്ന് രാവിലെ കറന്നതിന് ശേഷം വിൽക്കാൻ പാടില്ല. നിങ്ങൾക്കറിയാത് ഇറ്റ് വാസ് ബാൻഡ്. അതിന്റെ അടർ ഫുള്ളായിട്ട് അവിടെ വിൽക്കാൻ പാടില്ല. കാരണം മിസ്ലീഡിങ് ഇൻ മിൽക്കിംഗ് ലാക്ടേഷൻ കപ്പാസിറ്റി മിസ്ലീഡ് ചെയ്യുന്നതില്ല. ജസ്റ്റ് ലുക്ക് അറ്റ് ദി പ്യൂരിറ്റി ഓഫ് ദ സിസ്റ്റം. പ്രവാചകൻ ഉമറാത്താവ് നിരോധിച്ചിരുന്നു, നിങ്ങൾക്ക് ഒട്ടകം കറക്കുന്ന ഒട്ടകത്തിനെ വിൽക്കണമെങ്കിൽ കറന്നതിന് ശേഷം കൊണ്ടുവരണം. ആടിനെ വിൽക്കണമെങ്കിൽ
കറന്നതിന് ശേഷം കൊണ്ടുവരണം. ഈത്തപ്പഴം, ചീത്ത ഈത്തപ്പഴം അടിയിൽ വെച്ചിട്ട് നല്ല ഈത്തപ്പഴം വെച്ച് ഒരാള് മാർക്കറ്റിൽ നിന്ന് പുറത്താക്കി. പണിഷ്മെന്റ്, ഒരാഴ്ച വരാൻ പാടില്ല. ഒരു കച്ചവടക്കാരൻ മാർക്കറ്റിന്റെ വഴിയിൽ വന്ന് ഇരുന്ന് വെച്ചതിന് അദ്ദേഹത്തെ 1 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു. കാരണം അത് അൺഫേവറബിൾ ട്രേഡ് പ്രാക്ടീസ് ആണെന്ന് പറഞ്ഞിട്ട്. കാരണം വഴിയിൽ വെച്ചാൽ വരുന്നവർക്ക് ആദ്യം കാണുന്ന ആളാണ്, മാർക്കറ്റിന്റെ അകത്ത് തന്നെ ഇരിക്കണം. ഇതാണ് നമ്മുടെ സിസ്റ്റം. അപ്പൊ നമ്മൾ ഇതിന്റെ ആ ഒരു പോർഷനാണ് കംപ്ലീറ്റ് ഡിവോയിഡ്. അതാണ് അതിന്റെ ഏറ്റവും വലിയ ഇഷ്യൂ. അതാണ് നമ്മൾ ഇന്ന് ബിസിനസ്സുകാരുണ്ട് ഏറ്റവും വലിയ ക്വാളിറ്റി കൺട്രോൾ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വാളിറ്റി കൺട്രോൾ ആദ്യം പഠിപ്പിച്ചത് ഷുഹൈബ് നബിയാണ്. വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് നമ്മൾ കറക്റ്റ് അളന്ന് കൊടുക്കണം, തൂക്കി കൊടുക്കണം. ദിസ് ഈസ് ദ ബിഗ് ഡിഫറൻസ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇസ്ലാമിന് മാത്രമല്ല ഇൻട്രസ്റ്റിന്റെ മോണോപ്പൊളി. വേദം, ഉപനിഷത്ത്, മനുസ്മൃതിയിൽ പറഞ്ഞിരിക്കുന്ന വളരെ രസകരമായിട്ടാണ്. ദോസ് ബ്രാഹ്മിൻസ് ഹു ഈറ്റ്സ് ഇൻട്രസ്റ്റ് ആർ ലോ ആസ് ശൂദ്ര എന്നാ. മനസ്സിലായില്ലേ? അതായത് ഇൻട്രസ്റ്റ് വാങ്ങുന്ന ബ്രാഹ്മണന്മാർ ഈ ശൂദ്രനേക്കാളും ഉള്ളതാണ്. ബൈബിളിൽ പറയുന്നുണ്ട്, ഓൾഡ് ടെസ്റ്റമെന്റ്. പക്ഷെ അവര് ജ്യൂസ് പറഞ്ഞിരിക്കുന്നത് thou shall not lend money upon usury to the brother. ബ്രദർ കൊണ്ട് അവരുദ്ദേശിച്ചത് ജ്യൂസിന് മാത്രമാണ്. അപ്പൊ ജ്യൂസ് ഇല്ലാത്തവരടുത്ത് പലിശ വാങ്ങാൻ അവർക്ക് ഒരു നിയമം ഉണ്ടാക്കി. അവർ ജ്യൂസ് എല്ലാ സ്ക്രിപ്റ്റിലും ഇതുണ്ട്. അതുമായി തന്നെ നമുക്കറിയാം, ഈ റൈറ്റ് ടു പ്രോപ്പർട്ടി, പ്രൈവറ്റ്, അതൊക്കെ ഇസ്ലാമിന് ഇഷ്ടം പോലെ ഉള്ളതാണ്. അല്ലെങ്കിൽ അതാരും ഇസ്ലാമിന് പഠിപ്പിച്ചിട്ടുണ്ട് ആവശ്യമില്ല. പക്ഷേ ദ ഡിഫറൻസ്, ദർ ആർ സം ഡിവൈൻ പ്രൊഹിബിഷൻ, all kind of economic exploitation like interest, gambling, pornography, armaments, hoarding, ഇതെല്ലാമാണ് ഇസ്ലാമിൽ പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് ഇസ്ലാമിക് എക്കണോമിക്സിന്റെ. നമ്മളൊരു ഇസ്ലാമിക് ബാങ്കിൽ നിന്ന് പൈസ കൊടുക്കുമ്പോൾ ഇതിലൊന്നും കിട്ടൂല. അതാണ് ഇതിന്റെ ഡിഫറൻസ്. ഞാൻ പറഞ്ഞു നേരത്തെ, ഇതാണ് ഒരു മോറൽ കൺസെപ്റ്റ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ലൈഫ് ഇൻ ദിസ് വേൾഡ് ഈസ് ടെമ്പററി and there is an eternal life, and അതാണ് നമ്മുടെ അക്കൗണ്ടബിലിറ്റി ഇഷ്യൂ. അപ്പൊ ഇസ്ലാമിക് ബാങ്കിങ്ങിലെ ഏറ്റവും വലിയ ഒരു ബേസിക് ഡിഫറൻസ് അതാണ്. അതാണ് നമ്മുടെ മോഡേൺ ബാങ്ക് ആയിട്ടുള്ള ഡിഫറൻസ്. അതേ സമയത്ത് ആ വാല്യൂസ് ഉള്ള ഒരു ലൈഫ്, വാല്യൂസ് ഉള്ള ബിസിനസ്സിൽ എപ്പോഴും ബർക്കത്തുണ്ട് എന്ന് നബി പഠിപ്പിച്ചിട്ടുണ്ട്. ടെല്ലിംഗ് ദ ട്രൂത്ത്, കീപ്പിംഗ് ദ പ്രോമിസസ്, ഓണറിംഗ് കോൺട്രാക്ട്സ്, they all contribute immensely to the efficiency of our business. ഇത് പ്രവാചകൻ പറഞ്ഞ, ഞാൻ പറഞ്ഞതല്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, വാട്ട് ഈസ് ദ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ കൺവെൻഷണൽ ബാങ്കിങ് ആൻഡ് ഇസ്ലാം? ഇതാണ് 4 ബേസിക് ഡിഫറൻസ്. there is no fixed return. അതെല്ലാവർക്കും അറിയാം. ലാഭം ഉണ്ടെങ്കിൽ ലെൻഡർക്ക് പൈസ കൊടുക്കേണ്ടുള്ളൂ. റിസ്ക്, അതായത് റിസ്ക് ഷെയറിംഗ്. ലെൻഡർ ആസ് വെൽ ആസ് ദി ബിസിനസ്മാൻ they share the risk. അസറ്റ് ബേസ്ഡ് അല്ലെങ്കിൽ സർവീസ് ബേസ്ഡിനെ കൊടുക്കുള്ളൂ. അല്ലെങ്കിൽ ഈ ഫേക്ക് ഡെറിവേറ്റീവ്സിലൊന്നും പലിശ ഇസ്ലാമിക് ബാങ്കിന് കിട്ടൂല. കോൺട്രാക്ച്വൽ സെർട്ടനിറ്റി വേണം. ആൻഡ് ഫണ്ടിങ് ഈസ് അവൈലബിൾ ഓൺലി ഫോർ എത്തിക്കൽ ബിസിനസ്. ഈ 4-5 കാര്യങ്ങളെ നമ്മൾ കൺവെൻഷണൽ ബാങ്കുമായിട്ടുള്ള വ്യത്യാസമുള്ളൂ. ബട്ട് ദാർ ആർ മേജർ ഡിഫറൻസസ്. ഇസ്ലാം നേരത്തെ പറഞ്ഞു വളരെ സ്ട്രോങ്ലി പ്രൊഹിബിറ്റഡ് ആണ്. അതൊരു ഇതിന്റെ ഭാഗമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോൺ എടുക്കുക എന്നുള്ളത് വളരെ വളരെ ലാഘവത്തോടെ നമ്മളെല്ലാവരും നമ്മുടെ സമൂഹം കാണുന്നത്. ലോൺ ഈസ് നോട്ട് എ സൊല്യൂഷൻ ഫോർ യുവർ ഫിനാൻഷ്യൽ പ്രോബ്ലം, ഇറ്റ് ആഡ്സ് ദ പ്രോബ്ലം. അത് ഒരു ബേസിക് കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഇത് ബിസിനസ്സിൽ മാത്രമല്ല, ഇൻഡിവിജ്വൽ മാത്രമല്ല. നിങ്ങൾക്ക് ആരോന്നറിയില്ല, കോഴിക്കോട് ഒരു വലിയൊരു ഫേമസ് കൺസൾട്ടന്റ് ഉണ്ട്, ടെലി ഫിലിപ്പിനെ അറിയുന്നവരുണ്ടോ? കൈവക്കും. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ തിയറി അതാണ്, പലിശ എടുത്ത് ബിസിനസ് ചെയ്യരുത്. ആ പലിശക്ക് പണം എടുത്ത് ലോൺ എടുത്ത് ബിസിനസ് ചെയ്യരുത്. അദ്ദേഹം ഒരുപാട് മോഡൽസിൽ അത് തെളിയിച്ചിട്ടുണ്ട്. അദ്ദേഹം മലബാർ ഗോൾഡിന്റെ കൺസൾട്ടന്റ് ആണ്, ഇക്കറ ഹോസ്പിറ്റലിന്റെ കൺസൾട്ടന്റ് ആണ്. അപ്പൊ ഇത് മനസ്സിലാക്കിയവർക്കറിയാം. ഈ ലോണിനെ പറ്റിയിട്ട് ജസ്റ്റ് ഒരു 2 കാര്യം പറയാം, ഒരു ഇൻസ്റ്റൻസ് പറയാം. അപ്പൊ അതിന്റെ ഈ ലോണിന്റെ ഒരു നിങ്ങൾക്കറിയാം.
മദീന പള്ളിയിൽ ഇരിക്കുമ്പോഴേ ഒരാളുടെ മയ്യത്ത് നിസ്കരിക്കാൻ മയ്യത്ത് കൊടുക്കും. പ്രവാചകൻ ചോദിച്ചു ആരാണ്? സഹാബി പറഞ്ഞത് ഫുലാന ഫുലാൻ എന്നാണ്. അപ്പൊ അദ്ദേഹം വലിയ കടക്കാരനാണോ? അതെ. ഞങ്ങൾ നിസ്കരിച്ചോളൂ, ഞാൻ പോവാണെന്ന് പ്രവാചകൻ. ഇതാണ് കടക്കാരൻ. ഇങ്ങനെയാണ് പ്രവാചകണ്ടിരിക്കുന്നത്, കടം വാങ്ങുന്നത്. അതേസമയം ഒരു ജൂതന്റെ മയ്യത്ത് തൊട്ട് പള്ളിയിൽ മുമ്പത്ത് പ്രവാചകൻ എഴുതിയിട്ട് നിന്നു. നമ്മൾ മനസ്സിലാക്കണം, കടം, പലിശയുള്ള കടം പ്രത്യേകിച്ച് അത്ര ലാഘവത്തോടെ എടുക്കാൻ പാടില്ല നമ്മൾ മുസ്ലിങ്ങൾക്ക്. ഇന്ന് 1000 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ മോട്ടോർ സൈക്കിൾ കടമായിട്ട് കിട്ടും, 10,000 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ കാറ് കിട്ടും. നമ്മളെ കുട്ടികൾ എല്ലാം എത്ര കടത്തിൽ അകപ്പെട്ടിരിക്കുന്നു. ഞാൻ റൈറ്റിംഗ് ആൻ ആർട്ടിക്കിൾ ഓൺ ഡൊമസ്റ്റിക് ഇൻഡൻറ്റേഴ്സ്. വിദ്യാഭ്യാസത്തിന് വാങ്ങിയ ലോണ്, കുടുംബശ്രീക്കാർ പെണ്ണുങ്ങൾ വാങ്ങിയ ലോണ്, മോട്ടോർ ബൈക്കിന് മക്കൾ വാങ്ങിയ ലോണ്, വീട്ടിൽ കാറ് വാങ്ങിയ ലോണ്. നമ്മുടെ 40% of our women are indebted to more than one agency. ഇത് എവിടൊക്കെ നമ്മൾ എത്തിക്കും നമ്മൾ ആലോചിക്കണം. നമ്മളെ കത്തിയന്മാരും നമ്മൾ മെമ്പറിലൊക്കെ ഇതൊന്നും ആരും പറയാറില്ല. അൺഫോർച്ചുനേറ്റ്ലി ഇതൊക്കെ പറയേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. നേരത്തെ കൺവെൻഷണൽ ബാങ്കിങ്ങിന്റെ പറഞ്ഞ പോലെ ഒരു 5 മിനിറ്റ് തിയറി പറഞ്ഞ ഇവല്യൂഷൻ പറഞ്ഞ അത് കുറച്ച് അതിന് മുമ്പ് ഒരു ഇസ്ലാമിക് പ്രോഡക്ട്സ് വരാം. ഇതൊക്കെ നമ്മുടെ അനദർ പ്രോബ്ലം. ഈ ഇസ്ലാമിക് ബാങ്കിങ് പ്രോഡക്റ്റ് ഒക്കെ വളരെ സിമ്പിൾ സാധാ സംഭവങ്ങളാണ്. അത് ഈ അറബിക്ക് പേരിട്ടിട്ട് എല്ലാം നശിപ്പിച്ചത്. എന്തിനാണ് ഇങ്ങനൊന്നും പറയണ്ട? മുഷാറക്ക, മുസാഹറ. മുഷാറക്ക എന്ന് പറഞ്ഞെങ്കിൽ പാർട്ട്ണർഷിപ്പാണ്, പാർട്ട്ണർഷിപ്പ് ഇൻ ബിസിനസ് ഓർ ഷെയറിംഗ് ഓഫ് ആൻ അസറ്റ്. മുസാറ എന്ന് പറഞ്ഞെങ്കിൽ അഗ്രികൾച്ചറിലെ പാർട്ട്ണർഷിപ്പാണ്. പാർട്ട്ണർഷിപ്പ് ഇൻ പ്രൊഡക്റ്റീവ് അസറ്റ് ആൻഡ് റവന്യൂ ഷെയറിംഗ്. ഈ എക്യുപ്മെന്റ്, ഒരു എക്യുപ്മെന്റ് വാങ്ങിയിട്ട് 2 ആളും കൂടി വാങ്ങിയിട്ട് അത് ഒരാൾ ഓപ്പറേറ്റ് ചെയ്യുക, ഒരാൾ പൈസ കൊടുക്കുക, അതൊക്കെയാണ് പാർട്ട്ണർഷിപ്പ്. മുദാറബ എന്ന് പറഞ്ഞാൽ പാർട്ട്ണർഷിപ്പ് ബിറ്റ്വീൻ ക്യാപിറ്റൽ വർക്ക്, അതായത് ഒരാൾ വർക്കിംഗ് പാർട്ട്ണറാണ്. ഇജാറ എന്ന് പറഞ്ഞാൽ ലീസാണ്. ഇത് ഞാൻ പറഞ്ഞു വെച്ചെങ്കിൽ നമ്മളെ നാട്ടിൽ, ഈ അറബി നാട്ടിൽ ഇതൊക്കെ പറയാം. എന്തിനാണ് ഇന്ത്യയിൽ ഇതൊക്കെ കൊണ്ട് നടക്കുന്നത്? ഇതുകൊണ്ടൊന്നും സ്വർഗത്ത് പോകാന്നില്ല. ഇത് അറബി വാക്കാണ്. ഇറ്റ് ഈസ് നോട്ട് എ നൗൺ. ദീസ് ആർ ഓൾ അഡ്ജക്റ്റീവ്സ്. ഞാൻ പല സ്ഥലത്തും പോയി പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ചിത്ത പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഐ സ്റ്റിൽ സേ ദിസ്. അറബി വാക്ക് പറഞ്ഞത് കൊണ്ട് എവിടെയും ആരും ഇസ്ലാം ആവാൻ പോണില്ല. അറബി നമ്മുടെ ഖുർആന്റെ ഭാഷയാണ്, പഠിക്കണം, ഖുർആൻ മനസ്സിലാണ്, അതൊക്കെ ശരിയാണ്. പക്ഷേ ഇത് മനുഷ്യന്, നമ്മൾ ഇവിടെ നോൺ മുസ്ലിംസിനാണ് ഇസ്ലാമിക് ഫിനാൻസിൽ ഇത് ഗുണം പറഞ്ഞു കൊടുക്കുന്നത്. അവരോട് അറബി പോയിട്ട് ഇതൊക്കെ പറഞ്ഞാൽ അപ്പം തന്നെ അവർ ഓടിപ്പോകും. ഇത് അതിലൊന്നുമില്ല. അതൊരു നൗൺ ആണ്, ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ നമുക്ക് പറയാം. അതല്ല, അതിൻ്റെ ട്രാജഡി അതാണ്. ഇതെല്ലാം എജക്റ്റീവ്സ് ആണ്. അപ്പം ഇത് ഈ സുഖൂക്ക് കഴിഞ്ഞാൽ ബോണ്ടാണ്. അപ്പം ഇനി ഇതല്ലാത്ത കുറേ കാര്യങ്ങൾ വളരെ ഇസ്ലാമിക്കാണ് ഇവിടെ. വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് നമ്മൾ നടത്തേണ്ട കുറേ കാര്യം ഞാൻ ചോദിച്ചില്ലേ, ഇപ്പം എവിടെ നിന്ന് പൈസ കിട്ടുന്നു? ഏറ്റവും വലിയ ഇസ്ലാമിക് ഫിനാൻസിങ് ടൂളാണ് വെഞ്ചർ ക്യാപിറ്റൽ. വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി പാർട്ടിസിപ്പേഷൻ ബിസിനസ് ചെയ്യുന്നതാണ്. ഇന്ന് ഏറ്റവും ലോകത്തിൽ വെസ്റ്റേണേഴ്സ് മനസ്സിലാക്കിയിട്ടുണ്ട്, ഏറ്റവും അധികം വേഗത്തിൽ വളർന്നുകൊണ്ടിരുന്ന ഒരു ഫിനാൻസിങ് ടൂളാണ്. അത് ബാധ്യത പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ട്. ബിൽഡ്, ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്പോർട്ട് ഫസ്റ്റ് ക്ലാസ് ഇസ്ലാമിക് പ്രോഡക്റ്റ് ആണ്. അത് ഒരു പരീക്ഷയില്ല. നമ്മൾ ബിൽഡ് ചെയ്യുന്നു, 10 കൊല്ലം ഓപ്പറേറ്റ് ചെയ്യുന്നു, തിരിച്ചു കൊടുക്കുന്നു. ക്രൗഡ് ഫണ്ടിങ് നിങ്ങൾക്കറിയാലോ. ക്രൗഡ് ഫണ്ടിങ് എവരിബഡി നോസ്. ക്രൗഡ് ഫണ്ടിങ് വെറും ഈ ക്യാൻസർ ആയവർക്ക് മാത്രമല്ല, ഇന്ന് പല സ്ഥലത്തും ബിസിനസ് ചെയ്യുന്ന ക്രൗഡ് ഫണ്ടിങ്. മലബാർ ഗോൾഡ് ഇസ് എക്സലന്റ് എക്സാമ്പിൾ ഓഫ് ക്രൗഡ് ഫണ്ടിങ്. എക്സലന്റ് എക്സാമ്പിൾ ഓഫ് ക്രൗഡ് ഫണ്ടിങ്. ദുബായിലൊക്കെ നിങ്ങൾ പോകും, മദീന സൂപ്പർ മാർക്കറ്റ്, അത് 100-150 പാർട്ട്നേഴ്സാണ്. ഇപ്പം നിങ്ങൾ പോയാൽ ദുബായിൽ നാദാപുരം, വടകര, കുറ്റ്യാടി ആ ഭാഗത്തുള്ള എല്ലാ ജലീൽ സാഹിബിനും അറിയാം. അവിടുത്തെ എല്ലാ ബക്കാല, സൂപ്പർ മാർക്കറ്റ്, ഫാർമസി ഒക്കെ എല്ലാവരും നടത്തുന്ന ബിസിനസ്സുകാർ അവരാരും ലോൺ എടുക്കുന്നില്ല. അവരെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, കസിൻസ്, പുതിയാപ്പള എല്ലാവരും കൂടി 25 ആൾ ഒരു 5000 വെച്ച് എടുക്കും, ബിസിനസ്സായി. എക്സലന്റ് വേ ഓഫ് ഇസ്ലാമിക് ഫണ്ട്. ഇതൊന്ന് പറഞ്ഞു കൊടുത്താൽ തന്നെ നമുക്കിവിടെ ഇസ്ലാമിക് ഫിനാൻസ് വരും. ഇതിന് അറബിക് ടെർമിനോളജിയും കോംപ്ലിക്കേഷനും ഒന്നും വേണ്ട, ആയത്തും ഹദീസും ഒന്നും വേണ്ട.
ഇത് ഒരു ഇസ്ലാമിക് ബാങ്കിങ്ങിൻ്റെ ഒരു എന്താണ് ഹിസ്റ്ററിയാണ്. 1940s ഇന്നത്തെ രൂപത്തിൽ തോന്നുന്നത്. അതൊന്നും നമ്മൾ ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ത്രൂ ദിസ്. ഫസ്റ്റ് ഇസ്ലാമിക് ബാങ്കിൽ ഇന്നത്തെ കമേഴ്ഷ്യൽ ബാങ്ക് 1970 ദുബായ് ഇസ്ലാമിക് ബാങ്കാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറയാം. 1990s അമേരിക്കയിൽ ഡോ ജോൺസ് ഇസ്ലാമിക് ഇൻഡെക്സ്, ഷെയർ ഇൻഡെക്സ് പ്രഖ്യാപിക്കുന്നത്, ഒരു അക്സെപ്റ്റബിലിറ്റി കിട്ടി തുടങ്ങിയത്. ഇതാണ് 250ഓളം ഇസ്ലാമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഇത് ഡിഫറെൻറ്റ് കൺട്രീസിൽ, ലോകത്തിലെ എല്ലാ കോണ്ടിനെൻറ്റിലും ഉണ്ട്. ഇസ്ലാമിക് ബാങ്കിങ്ങോ ഇസ്ലാമിക് വിൻഡോസ് ഇല്ലാത്ത ഒരൊറ്റ രാജ്യം ഇന്നില്ല. Currently, there are 200 dedicated Islamic financial institutions and 50 conventional banks offering Islamic banking windows. The sector maintains an average annual growth rate of 10 to 12%, much larger than the conventional banking. Total estimated asset around $4 trillion. It's still growing. Islamic alternative banking is the fastest growing in the financial industry in the world. According to Islamic Finance Development Account 2020, the Islamic finance industry is projected to grow to $6.67 trillion by 2027. കുറേ കാരണങ്ങളുണ്ട് അതിന്. Of course, there is a Islamic renaissance all over the world. Liquidity in Muslim world is better. Post 9/11, that was the biggest one big jump happened. September 11 session, a lot of people moved their money to Islamic banks, and globally there was a low interest. This is the $4 billion investment, and it will go to 1,871 banking institution ഉണ്ട്. Bulk of the Islamic banking money is invested in Islamic proper banking. That there are bonds, Islamic funds, takaful insurance ആണ്. India also there is a lot of movement right from 1950s. ബ്രിട്ടീഷുകാരുടെ സമയത്ത് തന്നെ ഇവിടെ ഇസ്ലാമിക് ബാങ്കിങ്ങിൻ്റെ ചില കോപ്പറേറ്റീവ് ബാങ്ക്സൊക്കെ അപ്പോഴേ ഉണ്ട്. അപ്പോൾ 20 years നമ്മൾ AICLൊക്കെ തുടങ്ങിയപ്പോഴാണ് ഇത് ഒരു ഫോർമലായിട്ട് തുടങ്ങിയത്. There is of course statutory restriction. ഇവിടെ തുടങ്ങാൻ പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡെഫിനിഷനിൽ ബാങ്കിങ്ങിന് വളരെ ക്ലിയർ ആയിട്ട് ബാങ്ക് മീൻസ് വിച്ച് ടേക്ക് ഡെപ്പോസിറ്റ്സ് ആൻഡ് ലെൻഡ് മണി ഫോർ ഇൻട്രസ്റ്റ് എന്നാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് നമുക്കിവിടെ ബാങ്ക് തുടങ്ങാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ ഒരു ഡിമാൻഡും ഗ്ലോബൽ സ്കോപ്പൊക്കെ പറഞ്ഞിട്ട് ഈ ബാങ്ക് നമ്മുടെ ഇയാളുണ്ടാകുമ്പോൾ എന്താണ് പേര് രഘുരാജരാമൻ ഉണ്ടാകുമ്പോഴത്തെ സെറ്റപ്പ് എ കമ്മിറ്റി ടു എക്സാമിൻ ദ പോസിബിലിറ്റി ഓഫ് ഇസ്ലാമിക് ബാങ്ക് ഇൻ ഇന്ത്യ. ആ കമ്മിറ്റി ഗേവ് എ വെരി ഫേവറബിൾ റിപ്പോർട്ട്. പക്ഷേ അന്ന് പിന്നെ BJP ഗവൺമെൻറ് വന്നു, അതവർ ചെയ്തില്ല. അവിടെ ഇവിടെ ആയിട്ടുള്ള ചെറിയ NBFC ഒക്കെ ഉണ്ടായിരുന്നു, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി. നേരത്തെ പറഞ്ഞ മാതിരി AICLും ചെയർമാൻ ഫിനാൻസ് 2 ഇൻസ്റ്റിറ്റ്യൂഷൻ കേരളത്തിൽ തുടങ്ങിയതാണ്. പക്ഷേ ദർ ലൈസൻസ് വാസ് റിവോക്ഡ് ബിക്കോസ് ഓഫ് സുബ്രഹ്മണ്യ സ്വാമി, സോ ദേ ബിക്കം ഇൻ ഡിഫെക്റ്റ്. ഇറ്റ്സ് എ ലോട്ട് ഓഫ് നമ്മുടെ ഇവിടുത്തെ ഞാൻ ബാക്ക് ഇൻ AICL ഉണ്ടാക്കിയിട്ട് കുറച്ച് 3-4 കൊല്ലം ചെയ്തിട്ട് സർവേ ഇൻ തൃശ്ശൂർ, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, ഈ 4 ഡിസ്ട്രിക്റ്റിൽ കൂടി അന്ന് 20 years back 200 crores rupees NRI ഡെപ്പോസിറ്റ് കമേഴ്ഷ്യൽ ബാങ്ക് എനിക്ക് ഇൻട്രസ്റ്റ് വേണ്ടാന്ന് എഴുതി കൊടുത്ത് 200 കോടി രൂപ ബാങ്ക് സെക്രട്ടറി. അത് പുറത്ത് വന്ന എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ഒരു ബാങ്ക് ഒരു വിദ്വാൻ മാനേജർ അതിൽ വേറെന്തോ കൃത്യമുണ്ടാക്കി ഇൻട്രസ്റ്റ് വാങ്ങിയിട്ട് ഇൻട്രസ്റ്റ് ഡെബിറ്റ് ചെയ്ത് മുപ്പര് സ്വന്തം കീശയിലിട്ട് അങ്ങനെ പിടിച്ചപ്പോഴാണ് അത് അറിയുന്നത്. അപ്പം നമ്മുടെ മുസ്ലിംസിന് വി ആർ ആക്ച്വലി നമ്മുടെ കേരളത്തിൽ കുറച്ചും കൂടി അങ്ങനെ ഒരു ഇതില്ല. പക്ഷേ UP വളരെ കൺസർവേറ്റീവ് ആണ്. ദർ ആൾ ഔട്ട് ഓഫ് ബാങ്കിങ് ബിസിനസ്. നമ്മൾ ഇൻക്ലൂസീവ് ബാങ്കിങ് ഷുഡ് ബി ദി പോളിസി ഫോർ ഡെമോക്രസി എന്ന് നമ്മൾ പറയുന്നു. അതൊക്കെ പറഞ്ഞ് നമ്മൾ റെഗുലേഷൻ റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇന്ത്യക്ക് ഇപ്പോൾ നെക്സ്റ്റ് ഇപ്പോഴത്തെ ഒരു ഇവരുടെ ഗ്ലോബൽ ഇത് വെച്ചിട്ട് $1,000 billion ഇൻഫ്രാസ്ട്രക്ചർ മാത്രം ആവശ്യമുണ്ട്.
Indian banking industry does not have the money. So this is a golden opportunity for India to consider this. നമ്മളിപ്പോൾ അറബികളായിട്ടെല്ലാം കെട്ടിപ്പിടിച്ച് നടക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഇറ്റ് ഈസ് എ ഗുഡ് ഓപ്പർച്യൂണിറ്റി. അവരിപ്പോൾ തുറക്കുകയാണെങ്കിൽ ദേ ക്യാൻ ഗെറ്റ് ഗുഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രം ദം. പക്ഷെ അതൊന്നും ഒരു എന്തായാലും പറയാം, അതിനുള്ള ഒരു വിഷനൊന്നും ഇല്ല. ഒരു 10 അൽറാജി ബാങ്ക് അടക്കം ഒരു 10 അപ്ലിക്കേഷൻ റിസർവ് ബാങ്കിൽ ഇപ്പോഴും കെട്ടിക്കിടക്കുന്നുണ്ട് ഫോർ സ്റ്റാർട്ടിങ് എ ഇസ്ലാമിക് പ്രോപ്പർ ബാങ്കിങ്. പക്ഷേ സ്റ്റിൽ ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ വർക്കിംഗ് ഓൺ ഇറ്റ് ആൻഡ് വിത്തിൻ ദി ലിമിറ്റ്സ് ഓഫ് ദി ലോ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എക്കണോമിക് ഇൻട്രസ്റ്റ് നേരത്തെ പറഞ്ഞല്ലോ, ലോട്ട് ഓഫ് എക്കണോമിക്, ലോട്ട് ഓഫ് ഇസ്ലാമിക് ബാങ്കിങ് സെമിനാർസ് പലയിടത്തും നടക്കുന്നുണ്ട്. ബോംബെ, ഡൽഹി, ഞാൻ തന്നെ ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ ഒന്നാളത് പോയി വന്നേ ഉള്ളൂ. ഇപ്പോൾ നോൺ മുസ്ലിം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ആസ്കിങ് ടു ഗിവ് ദം പ്രസൻറ്റേഷൻ ഓൺ ദിസ്. കൺസിഡറബിൾ പൊട്ടൻഷ്യൽ എംപ്ലോയ്മെൻറ്റ് ഉണ്ട്. ഇപ്പോൾ ഇവർ ഒരു 10 ബാങ്കിന് പെർമിഷൻ കൊടുക്കുകയാണെങ്കിൽ ഒരു 10,000 ആൾക്ക് ജോലി കിട്ടും. അതൊന്നും ചെയ്യുന്നില്ല. Interestingly, I don't know how many of you, there are 3 well-recognized, globally recognized Sharia board in India. ഒന്ന് ബോംബെയിലാണ്, താസീസ് എന്നാണ്, അതിൻ്റെ അറബിക്കിൻ്റെ ഒരു സിനോണിമൻ അത്. പിന്നെ ശരിയ ക്യാപിറ്റൽ അഡ്വൈസേഴ്സ്, അതും ബോംബെയിലാണ്. ഇത് എല്ലാം ബോംബെയിലാണ്. ഇസ്ലാമിക്കലി റേറ്റിംഗ്, ഇത് 3 റേറ്റിംഗ് ഏജൻസീസ് വളരെ ഇസ്ലാമിക് ശരിയ ബോർഡാണ്, വളരെ ഭംഗിയായി ഫങ്ഷൻ ചെയ്യുന്നത്. ദേ ഗെറ്റ് ലോട്ട് ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് NBFCs ആൻഡ് സ്മോളർ മഹല്ലി, അങ്ങനത്തെ കുറേ ആൾക്കാരൊക്കെ അവിടെ ഇടാൻ പറ്റുമോ, പൈസ ഇവിടെ ഇടാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. ദേ ആർ റണ്ണിങ് വെരി എഫിഷ്യൻ്റ്ലി. അതുമാതിരി തന്നെ മ്യൂച്വൽ ഫണ്ട് ഷെയർ, ദർ ആർ 3 മേജർ Sharia compliant mutual fund functioning very big. These are the crores of rupees. Tata, for example, Tata Ethical Fund in the one of their best portfolio, and the return is also about 8 to 10% average. അങ്ങനെ തന്നെ ക്വാണ്ടം എത്തിക്കൽ ഫണ്ട്, ടോറസ് എത്തിക്കൽ ഫണ്ട്, ഇത് 3ഉം വളരെ നന്നായി നടക്കുന്ന ഇസ്ലാമിക് മ്യൂച്വൽ ഫണ്ടാണ്. അപ്പം ഞാൻ 2 ഒരു സക്സസ് സ്റ്റോറി ഐ വാണ്ട് ടു ഷെയർ വിത്ത് യു ഹിയർ വെർ ഐ ആം ഇൻവോൾവ്ഡ്. അഗൈൻ സയ്യിദ് മുഹമ്മദ് സാഹിബ് പറഞ്ഞൊന്നും നടക്കുന്നില്ല നമ്മൾ അറിയാത്തതുകൊണ്ടാണ്. വി ഹാവ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ബാംഗ്ലൂർ കോൾഡ് റബാർ ഫിനാൻഷ്യൽ സർവീസസ്. വി ആർ ജസ്റ്റ് എ മിഡിൽ മാൻ. നമ്മൾ സ്റ്റാർട്ടഡ് ഇൻ 2013. 1,600 ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് അതിൽ. ഓൾ സ്മോൾ ഇൻവെസ്റ്റേഴ്സ്, 1 ലക്ഷം മുതൽ 5 ലക്ഷം വരെയുള്ള ഇൻവെസ്റ്റേഴ്സ്, മോസ്റ്റ്ലി NRIs. They have invested over 400 crores since inception. ഇന്നിപ്പം ആസ് ഓഫ് ടുഡേ വി ഹാവ് 160 crores rupees under management. ആവറേജ് റിട്ടേൺ ഗിവൺ ഈസ് അബൌട്ട് over 9%. ഞങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചെങ്കിൽ ഈ പൈസ വാങ്ങിയിട്ട് വി ലുക്ക് ഫോർ പൊട്ടൻഷ്യൽ ഇൻ ബിസിനസ്മെൻ. ഒന്നുകിൽ ലീസിങ്, വി ലീസ് ഫോർ എക്സാമ്പിൾ ട്രക്ക്, വി ലീസ് ട്രാക്ടേഴ്സ്, വി ലീഡ് ഡ്രഡ്ജസ്, വി ലീഡ് മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് ആൻഡ് വി ഗീവ് ദ റിട്ടേൺ ടു ദ ഇൻവെസ്റ്റേഴ്സ്. നമ്മൾ മിഡിൽമെൻ മാത്രം, നേരിട്ടല്ല. Mostly we give it to the business directly. This is working very efficiently. Alhamdulillah, in the last 8-9 years we are giving more than 9% return. അപ്പം നമ്മൾ ഇത് പറഞ്ഞു നടത്തിയിട്ട് കാര്യമില്ല, ഇത് ഹറാമാണ്. അപ്പോൾ ഇവർ ഒരു ആൾട്ടർനേറ്റീവ് കൊടുക്കാത്തടത്തോളം കാലം, ഈവൺ എന്താണ് മരിക്കാൻ പോകുമ്പോൾ പന്നിമാംസം ഭക്ഷിക്കാന്നില്ല, അങ്ങനത്തെ മസാല ഒക്കെ ഉണ്ടല്ലേ, അതുമാതിരി ഇപ്പോൾ നമ്മൾ വേറൊരു ആൾട്ടർനേറ്റീവ് ഇല്ലാണ്ട് പലിശയ്ക്ക് ബാങ്കിലിടാണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ലെറ്റ് us try even within the legal limitations, see what we can do. അപ്പോൾ ഇത് ഇപ്പോൾ നമ്മളൊരു NBFC മാത്രം ചെയ്യുന്നത് കംപ്ലൈ, നമ്മളിപ്പോൾ ഇതിന് റിസർവ് ബാങ്കോട് പറയുന്നത് വേരിയഡ് ഇൻട്രസ്റ്റ് എന്നാണ്, ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് അല്ല. അപ്പോൾ വേരിയഡ് ഇൻട്രസ്റ്റ് ലാഭത്തനുസരിച്ചിട്ട് കൊടുക്കുന്നതാണ്. ഇത് കുറച്ച് കമഫ്ലാഗിങ് ആവശ്യമുണ്ട്, പക്ഷേ സ്റ്റിൽ റണ്ണിങ്. ഓഡിറ്റ് കഴിഞ്ഞ് RBI ഇൻസ്പെക്ഷനൊക്കെ എല്ലാ കൊല്ലം നടക്കാറുണ്ട്. അൽഹംദുലില്ലാഹ് വി ആർ ഡൂയിങ് വെൽ. അതിനേക്കാളും ഒരു ബെറ്റർ വി ഹാവ് സ്റ്റാർട്ടഡ് എ ബിഗർ വൺ, മൗണ്ട് ജൂഡി വെഞ്ചേഴ്സ്. ഈ വെബ്സൈറ്റിൽ പോയ 2 വെബ്സൈറ്റിലുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പ്രൈവറ്റ് VC വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടാണ്, സെബി അപ്രൂവ്ഡ് ആണ്. വി ഹാവ് 130 crores rupees investment, started operation 2020. There are 200+ investors, mostly high net worth individuals. We have invested in 13 startup companies, about 5 to 10% of their share. We focus only early growth startup. ബിയോണ്ട് നമ്മുടെ സ്റ്റാർട്ടപ്പ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഏറ്റവും വലിയ റിസ്ക്കാണ് ഈ സീഡ് ഫണ്ടും ഏഞ്ചൽ ഫണ്ടും. അത് കഴിഞ്ഞ് സ്റ്റെബിലൈസായി റവന്യൂ ഒക്കെ സ്റ്റെബിലൈസ്, അത്തരം കമ്പനിയാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത്. അൽഹംദുലില്ലാഹ് വി ഹാവ് ഡൺ എ ഗുഡ് ജോബ്. വി ഹാവ് അച്ചീവ്ഡ് എ വാല്യുവേഷൻ ഗ്രോത്ത്. ഇതിൽ ഇൻട്രസ്റ്റ് ഇൻകം ഉണ്ടാവില്ല.
ഇതിന് വാല്യൂഷൻ ആണ്. ഇത് വിറ്റിട്ട് 4-5 കൊല്ലം കഴിയുമ്പോൾ നമ്മൾ വി ജസ്റ്റ് എക്സിറ്റ് ഫ്രം ദ കമ്പനി ആൻഡ് ഗീവ് ദി വാല്യൂഷൻ വാട്ട് എവർ പ്രോഫിറ്റ് വി ഗെറ്റ് ഫ്രം ദ ഇൻവെസ്റ്റ്മെന്റ് ടു ദ ഇൻവെസ്റ്റേഴ്സ്. സോ ഫാർ വി ഹവ് ഡൺ 2.2 times of our investment in 3.5 years. അതായത് 220% 3.5 years, almost 80% a year. We are expecting to close it. ഇത് മാൻഡേറ്ററി ആണ്, 7 കൊല്ലം കൊണ്ട് ക്ലോസ് ചെയ്യണം. 2022 ക്ലോസ് ചെയ്യും. ഇൻഷാല്ലാ വി ആർ ഹോപ്പിംഗ് ടു ക്ലോസ് ഇറ്റ് 3x. And we have started working on the next fund of 500 crores rupees, and inshallah that will be successful because a lot of people are there who want to invest in Sharia compliant, equity based, non-interest based investment. ഇത് കുറേ നല്ല കാര്യങ്ങൾ പറഞ്ഞെങ്കിലും ചില മോശം കാര്യങ്ങളുണ്ട് ഇതിൽ. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ നേരത്തെ പറഞ്ഞില്ല, 50ഓളം വെസ്റ്റേൺ ബാങ്ക്, ചാർട്ടേഡ് ബാങ്ക്, പിന്നെ സിറ്റി ബാങ്ക്, എല്ലാവർക്കും ഇസ്ലാമിക് വിൻഡോ ഉണ്ട്. പക്ഷേ അവരൊന്നും പൂർണ്ണമായിട്ട് ഇസ്ലാമിക് പ്രോഡക്റ്റ് അല്ല, ക്വസ്റ്റ്യബിൾ പ്രോഡക്റ്റ് ആണ്. ഓൺലി ഇൻ ഫോം, നോട്ട് ഇൻ സബ്സ്റ്റൻസ്. ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് വരെ വേറെ എന്തെങ്കിലും പേരുമൊക്കെ പറഞ്ഞ് എഗ്രിമെൻ്റ് ഒക്കെ ലഫ്ലെല്ലാം മാറ്റിയിട്ടുള്ള പരിപാടിയാണ്. അതുകൊണ്ട് പലരുടെയും സാധാരണക്കാരൻ്റെ നമ്മൾ ഇസ്ലാമിക് ബാങ്കിങ്ങിൻ്റെയും ഇൻട്രസ്റ്റ് ഫ്രീ ബാങ്കിങ്ങിൻ്റെ ഒക്കെ ക്രെഡിബിലിറ്റി പോയിട്ടുണ്ട്. ദാറ്റ് ഈസ് ട്രൂ. ഇറ്റ്സ് നോട്ട് വെറുതെ പറയുന്നതല്ല. ഈ ബാങ്കിങ് വിൻഡോസ് ദ റീസൺ ഫോർ ദാറ്റ്. പിന്നെ കുറേ പൈസയൊക്കെ ഇപ്പോൾ വെസ്റ്റേൺ കൺട്രി ഇപ്പോൾ ഈ യുദ്ധമൊക്കെ വന്നുകൊണ്ട് മണി സ്റ്റാർട്ടഡ് മൂവിങ് ബാക്ക്. ഈ കോവിഡിൻ്റെ സമയത്തൊക്കെ ഈ ഇസ്ലാമിക് ബാങ്കിന് കുറച്ച് ഡൗൺഫോൾ ഒക്കെ ഉണ്ടായിരുന്നു. നോട്ട് ആസ് ബാഡ് ആസ് കൺവെൻഷണൽ ബാങ്ക്. അപ്പോൾ അത്രയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. അപ്പോൾ നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ്. So the summary of our arguments against conventional banking: it is very expensive broker. Fixed returns not practical, especially in the lower cycle of the curve. Successive banking failures. Negative impact on personal, social, economic and national welfare. It will take at least 15 years to cover its own NPAs from normal profit in Indian banking. No check on unethical business. And on the other side, on the Islamic banking, our argument is no fixed return, moves with the natural economic cycle, discourage unethical business, fair and equitable at its share risk with the entrepreneur, discourage speculative activities, immense scope for mobilizing funds, ideal financial product for long-term gestation infrastructure investment, create an inclusive financial banking sector. 25% of the people are out of the banking because of this. I took 10 minutes more than you gave me. Sorry for that. I think that's it. I have a few more slides, but I think we will stop it here. We will wait for some questions if you have. Hope it